നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സുവിശേഷ പ്രസംഗ യോഗങ്ങളുടെ സമാപന രാത്രി യോഗത്തിനായി ആദ്യമായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാത്രിയിലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കർത്തൃസന്നിധിയിലാഗതരായിരിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും അടുത്തുമകലയുമായി ഈ ശബ്ദപരിധിയിൽ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. ദൈവസന്നിധിയിൽ വന്ന് നാം ആയിരുന്ന സമയം തുടങ്ങി പരിശുദ്ധാത്മാവ് വ്യക്തമായി നമ്മോട് ഇടപെട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. ദൈവത്തിന്റെ കൃപ നമുക്ക് അനുഭവിപ്പാനും ദൈവശക്തിയുടെ മഹത്വവും അതിന്റെ മാധുര്യത്തെയും രുചിച്ചറിയുവാനും ഈ രാത്രിയിലും സ്വർഗത്തിലെ ദൈവം നമ്മേവരെയും സഹായിച്ചതോർത്ത് ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ സ്തുതിക്കുകയാണ്. അനുഗ്രഹീതമായ പാട്ടുകളെയൊക്കെ പാടി ദൈവശക്തിയാൽ നിറഞ്ഞ് ദൈവമക്കളുടെ അന്തരാത്മാവ് ഉണർത്തത്തക്ക നിലയിൽ ദൈവത്തിന്റെ കൃപ ഈ രാത്രിയിലും അനുഭവിപ്പാൻ സ്വർഗം നമ്മെ സഹായിച്ചതോർത്ത് ദൈവത്തെ നന്ദിയോടുകൂടെ സ്തുതിക്കുകയാണ്. അനുഗ്രഹീതമായ ഒരു സാക്ഷ്യവും നാം ഇതിനോടകം പങ്കിടുവാനിടയായി തീർന്നു. വീണ്ടും നാം ഏവരും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ആയിരിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ കടന്നുവന്ന ജനത്തോടും ഈ ദേശത്തോടുമുള്ള ദൈവത്തിന്റെ അരുളപ്പാടുകളെ അറിയിപ്പാനിടയായി തീരും. കടന്നുവന്ന ഏവരും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കണമേ എന്ന് താഴ്മയോടെ ഓർപ്പിക്കുകയാണ്. അല്പസമയത്തെ ദൈവവചന ധ്യാനത്തിനായി കഴിഞ്ഞ രാത്രിയിൽ നാം വായിച്ച് ധ്യാനിച്ച അതേ വേദഭാഗം വീണ്ടും ഒരിക്കൽ കൂടെ നമുക്ക് വായിക്കാം. 60-ാം സങ്കീർത്തനത്തിന്റെ 11-12 വാക്യങ്ങൾ വായിച്ചാട്ട്. 60-ാം സങ്കീർത്തനം 11-12 വാക്യങ്ങൾ. വൈരിയുടെ നേരെ ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ, മനുഷ്യന്റെ സഹായം വ്യർത്ഥമല്ലോ. ദൈവത്താൽ നാം വീര്യം പ്രവർത്തിക്കും, അവൻ തന്നെ നമ്മുടെ വൈരികളെ മെതിച്ചു കളയും. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 60-ാം സങ്കീർത്തനത്തിന്റെ ഒടുവിലത്തെ 2 വേദഭാഗങ്ങളാണ് ഇപ്പോൾ നാം ഇവിടെ വായിച്ചു കേൾപ്പാൻ ഇടയായി തീർന്നത്. വേദപുസ്തകത്തെ നാം പഠിച്ചു നോക്കുമ്പോൾ 66 മഹൽ ഗ്രന്ഥങ്ങൾ അടങ്ങിയതായ, അല്ലെങ്കിൽ ദൈവിക സത്യങ്ങൾ മാറ്റമില്ലാതെ രേഖപ്പെടുത്തിയിരിക്കുന്ന തിരുവെഴുത്തുകൾ അടങ്ങിയ വേദപുസ്തകത്തിന്റെ ഏതാണ്ട് മധ്യഭാഗത്തായി ക്രമീകരിച്ചിരിക്കുന്ന കാവ്യഗ്രന്ഥങ്ങളിൽ ഒന്നാണ് സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഇസ്രായേലിൽ ജീവിച്ചിരുന്ന അനേക ഭക്തന്മാരും രാജാക്കന്മാരും ഗായകന്മാരും സാധാരണക്കാരായ ചിലരും പ്രഗത്ഭരായവരും ഒക്കെ അവർ കടന്നുപോയ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ അവരുടെ ദുഃഖങ്ങളും അവരുടെ വേദനകളും അവരുടെ സന്തോഷവും ദൈവത്തിൽ നിന്ന് അവർക്ക് ലഭ്യമായ ആശ്വാസത്തെയും ഒക്കെ അവർ പാടി ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയ മനോഹരങ്ങളായ പാട്ടുകളാണ് നമ്മുടെ വേദപുസ്തകത്തിന്റെ മധ്യഭാഗത്ത് ക്രമീകരിച്ചിരിക്കുന്ന സങ്കീർത്തനങ്ങൾ എന്ന ഭാഗത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇതിലേറിയ പങ്കും രചിച്ചത് ദാവീദ് എന്ന ഭക്തനായിരുന്നു. നാം വായിച്ചു കേട്ട ഈ 60-ാം സങ്കീർത്തനത്തിന്റെ ഒടുവിലത്തെ വാക്യങ്ങൾ അഥവാ ഈ 60-ാം സങ്കീർത്തനവും രചിച്ചത് ദൈവത്തിന്റെ ദാസനായ ദാവീദ് ആയിരുന്നു. താൻ കടന്നുപോകുന്ന വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളുടെ മധ്യത്തില് ശത്രുക്കളോട് പടപൊരുതി തന്റെ സൈന്യാധിപന്മാരിൽ ഒരാളായ യോവാബ് ശത്രുക്കളോട് പടപൊരുതി തന്നോട് എതിർത്തു നിന്ന ദുഷ്ടന്മാരെ കീഴടക്കിയ ആ അത്ഭുത കാഴ്ച കണ്ടപ്പോൾ ആ ഭക്തന്റെ ഹൃദയത്തിൽ വലിയ സന്തോഷം തോന്നി. താൻ ഇപ്രകാരം ദൈവത്തെ പാടി സ്തുതിക്കുകയുണ്ടായി, വൈരിയുടെ നേരെ ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. അതുമാത്രമല്ല, ദൈവഭക്തനായ ദാവീദ് ദൈവത്തോടുള്ള ബന്ധത്തിൽ അനുഭവിച്ചറിഞ്ഞ ഒരു സത്യമുണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മനുഷ്യന്റെ സഹായങ്ങളെല്ലാം വ്യർത്ഥമാണ്. മനുഷ്യന്റെ സഹായങ്ങൾ കടന്നു വരുവാൻ പരിധികളുണ്ട്, പരിമിതികളുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു മനുഷ്യന്റെയും സഹായത്തിന്റെ ഹസ്തങ്ങൾ നീട്ടുവാൻ ആരാലും സാധ്യമല്ല. എന്നാൽ ദാവീദ് എന്ന ഭക്തൻ ദൈവത്തിന്റെ മഹത്വത്തെ കണ്ട് മനസ്സിലാക്കിയപ്പോൾ
ശരിയായ നിലയിൽ അതിനെ ഉൾക്കൊണ്ട് ഗ്രഹിച്ചപ്പോൾ ആ ഭക്തൻ പറയുകയാണ്, ദൈവമേ, മനുഷ്യന്റെ സഹായങ്ങളെല്ലാം വ്യർത്ഥമാണ്. ദൈവത്തിന് സ്തോത്രം. ഒടുവിൽ താൻ പറയുന്നു, ദൈവത്താൽ നാം വീര്യം പ്രവർത്തിക്കും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നാം വായിച്ചു കേട്ട വേദഭാഗത്തിന്റെ പ്രാരംഭ ഭാഗത്തേക്ക് വരുമ്പോൾ, ദൈവമേ, വൈരിയുടെ നേരെ ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ എന്നാകുന്നു ആ ഭക്തൻ ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ച് നാം പഠിച്ചു നോക്കുമ്പോൾ, ഈ ലോകത്തിൽ അവന് വൈരിയായി അഥവാ ശത്രുവായി നിൽക്കുന്ന വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളെ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. ചിലപ്പോൾ മനുഷ്യന്റെ ശരീരത്തിൽ കുടികൊള്ളുന്ന രോഗങ്ങൾ, അവന്റെ മുൻപിൽ കടന്നു വരുന്ന പരീക്ഷകൾ, മനുഷ്യർ തന്നെ, ബന്ധുമിത്രാദികൾ, ചർച്ചക്കാർ, പ്രിയപ്പെട്ടവർ, സ്നേഹിതർ എന്ന് പറയുന്നവരൊക്കെ തന്നെ ചിലപ്പോൾ മനുഷ്യന് ശത്രുക്കളായി, വൈരികളായി തീരുന്നു. എന്നാൽ വിശുദ്ധ ബൈബിൾ നാം വായിച്ചു നോക്കുമ്പോൾ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ യഥാർത്ഥ വൈരി, അവന്റെ ശത്രു എന്ന് പറയുന്നത് ക്രിസ്തുനാഥൻ ഈ ലോകത്തിലായിരുന്നപ്പോൾ അതിനെക്കുറിച്ച് ഒരു കാര്യം ഇപ്രകാരം ഓർപ്പിക്കുകയുണ്ടായി: കള വളർത്തിക്കൊണ്ടുവന്ന, അല്ലെങ്കിൽ കളയുടെ വിത്തുകൾ നല്ല വിത്തുകളുടെ ഇടയിൽ പാകി മുളപ്പിച്ച ശത്രു അത് പിശാചാകുന്നു എന്ന് യേശുക്രിസ്തു പറയുകയുണ്ടായി. മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 39-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. കള ദുഷ്ടന്റെ പുത്രന്മാർ, അത് വിതച്ച ശത്രു പിശാച്. അത് വിതച്ച ശത്രു പിശാച്. ഇവിടെ യേശു തമ്പുരാൻ പറയുകയാണ്, അത് വിതച്ച ശത്രു പിശാചാകും. മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവം എപ്പോഴും നന്മകളും അനുഗ്രഹങ്ങളും ആത്മീക ജീവിതത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ട ഘടകങ്ങളും ദൈവം മനുഷ്യനിൽ പ്രതീക്ഷിക്കുമ്പോൾ, ദുഷ്ടനായ സാത്താൻ, മനുഷ്യന്റെ ശത്രുവായി നിൽക്കുന്നവൻ, എപ്പോഴും അതിന് വിപരീതമായത് മനുഷ്യന്റെ ഹൃദയങ്ങളിൽ അവന്റെ ജീവിതത്തിലേക്ക് കൊടുത്ത് അവനെ തിന്മയുടെ പ്രതീകമാക്കി മാറ്റുവാൻ ദുഷ്ടനായ സാത്താൻ ആഗ്രഹിക്കുന്നു. ദൈവം നന്മയുടെ പ്രതീകമാകയാൽ ദൈവത്തെ നോക്കുന്ന മനുഷ്യൻ നന്മയുള്ളവനായി തീരുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ തന്നെ അതിന്റെ എതിർദിശയിൽ സാത്താൻ തിന്മയുടെ പ്രതീകമാകയാൽ മനുഷ്യന്റെ ജീവിതത്തിൽ തിന്മയുടെ വിത്തുകൾ പാകി ദൈവത്തിന് വിരോധമായി തിന്മകൾ പ്രവർത്തിപ്പാൻ, മനുഷ്യനെ തിന്മയുള്ളവനാക്കി തീർക്കുവാൻ ശത്രു ആഗ്രഹിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായി സാധിക്കുകയാ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. കഴിഞ്ഞ രാത്രിയിൽ അതിനെക്കുറിച്ച് അല്പമായി ചില വിഷയങ്ങൾ നാം ചിന്തിച്ചു. ഈ വൈരി അഥവാ ഈ സാത്താൻ മനുഷ്യന്റെ നേരെ എന്താകുന്നു ചെയ്യുന്നത് എന്ന് ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, ഈ ലോകത്തെ മുഴുവൻ തെറ്റിക്കുന്നവനായി, അഥവാ യോഹന്നാൻ അപ്പോസ്തലൻ ആത്മാവിൽ എഴുതിയത്, അവൻ ഭൂതലത്തെ മുഴുവൻ തെറ്റിക്കുന്ന ഒരു പ്രതിയോഗി, ഒരു വൈരിയാകുന്നു എന്ന് അപ്പോസ്തലൻ അവിടെ രേഖപ്പെടുത്തുകയാ. അപ്പോൾ ഈ പിശാച് മനുഷ്യന്റെ വൈരിയായിരുന്ന് എന്താണ് ചെയ്യുന്നത്? അവൻ ഭൂതലത്തെ തെറ്റിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ടാണ് ഭൂതലത്തിലുള്ള മനുഷ്യർ തെറ്റിപ്പോകുന്നത്? കഴിഞ്ഞ രാത്രിയിൽ രണ്ട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് നാം ചിന്തിച്ചു. ഒന്ന്, ഈ ലോകത്തിൽ ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിന്റെ പ്രമാണങ്ങൾ ഏറ്റുകൊണ്ട് അവൻ നീതിമാനായി ജീവിക്കേണ്ടതിന് പകരം അവൻ തിന്മയുള്ളവനായി തെറ്റിലേക്ക് മാറ്റപ്പെടുവാനുള്ള കാരണം, യേശു തമ്പുരാൻ ഇഹലോകത്തിലായിരിക്കുമ്പോൾ ഒരു സത്യം, ഒരു നഗ്നസത്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. രണ്ട് കാര്യങ്ങൾ നിങ്ങൾ അറിയാത്തത് കൊണ്ടാണ് ഈ ലോകം തെറ്റുന്നത്. ലോകത്തിൽ പാർക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിലെ തെറ്റുകൾ, അതിന്റെ കാരണം അത് എന്ന് യേശു പറയുകയുണ്ടായി. ഒന്ന്, തിരുവെഴുത്തുകളെ നിങ്ങൾ അറിയാതെ പോകുന്നു. രണ്ട്, ദൈവശക്തിയെ നിങ്ങൾ അറിയാതെ പോകുന്നു. എന്താണ് തിരുവെഴുത്ത്? വേദപുസ്തകത്തെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നാം പഠിച്ചു നോക്കിയാൽ തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന അനേകം മാർമിക സത്യങ്ങളെ നമുക്ക് കണ്ടെത്തുവാനായി സാധിക്കും. ഈ തിരുവെഴുത്തിന്റെ സന്ദേശങ്ങൾ അതിന്റെ യാഥാർത്ഥ്യബോധത്തോടുകൂടെ ഒരു മനുഷ്യൻ ഉൾക്കൊണ്ടാൽ ഒരു ശക്തിക്കും ലോകത്തിൽ ഒരു മനുഷ്യനെയും തെറ്റിപ്പാൻ സാധ്യമല്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ തിരുവെഴുത്ത് മനുഷ്യൻ അറിയാതെ പോകുന്നതാണ് അവന്റെ തെറ്റിന്റെ കാരണം എന്നാണ് യേശു തമ്പുരാൻ പറഞ്ഞത്. എന്താണ് തിരുവെഴുത്ത്? തിരുവെഴുത്ത് എന്ന് പറയുന്നത് 1 മണിക്കൂർ കൊണ്ട് 1.5 മണിക്കൂർ കൊണ്ട് പറഞ്ഞു തീർപ്പാൻ സാധ്യമല്ല. എന്നാൽ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന മാർമിക സത്യങ്ങളിൽ തിരുവെഴുത്തെടുത്ത് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ലോകരക്ഷിതാവായി ദൈവമായിരുന്ന ക്രിസ്തുനാഥൻ മനുഷ്യന്റെ വേഷത്തില് താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന്
മനുഷ്യന് രക്ഷ കൊടുക്കുവാൻ, പാപം നിമിത്തം മരിക്കുവാനും ഉയർത്തെഴുന്നേറ്റ് ഉയർപ്പിന്റെ പ്രത്യാശ മനുഷ്യരാശിയിൽ നൽകുവാൻ വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം യേശു ജനിച്ചു, തിരുവെഴുത്തുകളിൻ പ്രകാരം അവൻ മരിച്ചു, തിരുവെഴുത്തുകളിൻ പ്രകാരം അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് ബൈബിൾ വ്യക്തമായി നമ്മെ ഓർപ്പിക്കുന്നു. ഇതിന്റെ സത്യം ലോകത്തിലെ മനുഷ്യരെ അറിഞ്ഞാൽ വൈരിയാകുന്ന സാത്താന് ഒരു മനുഷ്യനെ തെറ്റിപ്പാൻ സാധ്യമല്ല. എന്നാൽ ഇന്നത്തെ ലോകത്തിലെ മനുഷ്യർ തെറ്റിലേക്ക് പോകുവാനുള്ള കാരണം തിരുവെഴുത്തിന്റെ ഈ യാഥാർത്ഥ്യത്തെ അവർ അറിയുന്നില്ല. വീണ്ടും യേശു പറഞ്ഞത്, നിങ്ങൾ ദൈവശക്തിയെ അറിയുന്നില്ല. പൗലോസ് അപ്പോസ്തലൻ തന്റെ എഴുത്തുകളിൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവനും അത് രക്ഷയ്ക്കായി ദൈവ ശക്തിയാകുന്നു. സുവിശേഷം എന്ന യാഥാർത്ഥ്യം ഈ ലോകത്തിലേക്ക് ദൈവം ദാനമായി അയച്ചപ്പോൾ അതിന്റെ സത്യം ഹൃദയം തുറന്ന് ഏറ്റുകൊണ്ട ഒരു ഭക്തനെ തെറ്റിപ്പാൻ ഭൂതലത്തിൽ ശക്തിയോടെ പ്രവർത്തിക്കുന്ന സാത്താനോ സാത്താന്റെ ശക്തികൾക്കോ അവന്റെ സൈന്യത്തിനോ സാധ്യമല്ല എന്ന് യേശു പറഞ്ഞ വാക്കുകളിലൂടെ നമുക്ക് ഗ്രഹിപ്പാൻ കഴിയുന്നതാ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. മാത്രമല്ല അപ്പോസ്തലൻ പറയുന്നത്, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തി. ലോകരക്ഷിതാവായ ക്രിസ്തുനാഥൻ ഇഹലോകത്തിൽ വന്ന് കാൽവറി ക്രൂശിൽ 3 ആണികളിന്മേൽ തൂങ്ങി അവന്റെ രക്തം മനുഷ്യർക്ക് വിലയായി നൽകി. അവന്റെ അവസാനത്തുള്ള രക്തവും പാപിയുടെ മാനസാന്തരത്തിനായി ലോകത്തിലേക്ക് ഒഴുക്കി തന്ന ദൈവപുത്രനായ യേശുനാഥന്റെ ക്രൂശിൽ ലോകം കേട്ട വചനവും അത് സുവിശേഷം മുഖാന്തരം ലോകത്തിലേക്ക് വരുമ്പോൾ രക്ഷിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഒരു പാപിയുടെ ജീവിതത്തിൽ അത് ദൈവശക്തിയായി പരിണമിക്കുന്നു എന്ന് ബൈബിൾ നമ്മെ ഓർപ്പിക്കുന്നു. അപ്പോൾ ഒന്ന് യേശു പറഞ്ഞത്, നിങ്ങൾ തിരുവെഴുത്തുകളെ അറിയണം എന്ന് പറഞ്ഞാൽ തിരുവെഴുത്തുകളിൻ പ്രകാരം ഈശോ മശിഹ എന്ന ലോകരക്ഷിതാവിനെ അറിയുമ്പോൾ സാത്താൻ പരാജയപ്പെടുന്നു. 2, സുവിശേഷം എന്ന ദൈവശക്തിയെ ഒരു മനുഷ്യൻ യാഥാർത്ഥ്യ ബോധത്തോടുകൂടെ ഉൾക്കൊള്ളുമ്പോൾ ശത്രു അവനെ വാഴാതെ പിശാച് ഭാരപ്പെട്ട അവൻ പരാജയപ്പെടുന്നു എന്ന് കാണുവാൻ കഴിയുന്നു. യേശുനാഥന്റെ ക്രൂശിന്റെ സത്യം ഉൾക്കൊള്ളുന്ന ഒരു ഭക്തന് ശത്രുവിന്റെ മേൽ ആത്യന്തികമായ ജയമുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല, യേശു ക്രൂശിൽ മരിച്ചപ്പോൾ അവൻ സിയോണിലെ മൂലക്കല്ലായി തീർന്നുവെന്നും ആ മൂലക്കല്ലിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ലജ്ജിച്ചു പോകയില്ല എന്നു തിരുവെഴുത്ത് പറയുന്നു എന്ന് നാം ചിന്തിക്കുകയുണ്ടായി. വായിച്ച കുറിവാക്യത്തിലേക്ക് വരുമ്പോൾ ദാവീദ് പറയുന്നത്, വൈരിയുടെ നേരെ ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ. എവിടെ നിന്നാണ് സഹായം ഉണ്ടാകുന്നത്? ദൈവത്തിന്റെ വചനത്തിൽ നാം കാണുകയുണ്ടായി. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനും കഴിയേണ്ടതിന് ധൈര്യത്തോടെ നിങ്ങൾ കൃപാസനത്തിങ്കിലേക്ക് അടുത്തു വരണം എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. അപ്രകാരം മനുഷ്യന്റെ മുൻപാകെ ദൈവം സ്ഥാപിക്കുന്ന അല്ലെങ്കിൽ സ്വർഗം സ്ഥാപിച്ചു കൊടുത്തിരിക്കുന്ന ആ കൃപയുടെ സിംഹാസനത്തിൽ വരുമ്പോൾ മനുഷ്യൻ അവിടെ നിന്ന് സഹായം ലഭിക്കും എന്ന് പറഞ്ഞാണ് കഴിഞ്ഞ രാത്രിയിൽ നമ്മുടെ ദൈവവചന ധ്യാനം നാം അവസാനിപ്പിച്ചത്. വീണ്ടും നമുക്ക് ദൈവവചനത്തിലേക്ക് കടന്നു വരാം. വൈരിയായ സാത്താൻ, 60-ാം സങ്കീർത്തനത്തിന്റെ 11-ാമത്തെ വാക്യം ഒരിക്കൽ കൂടെ ഒന്ന് വായിച്ചാട്ടെ. വൈരിയുടെ നേരെ ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ, മനുഷ്യന്റെ സഹായം വ്യർത്ഥമല്ലോ. വൈരിയുടെ നേരെ ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ, മനുഷ്യന്റെ സഹായം വ്യർത്ഥമല്ലോ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. വൈരിയുടെ നേരെ സ്വർഗത്തിലെ ദൈവം മനുഷ്യന് കൊടുക്കുന്ന സഹായം. എന്തുകൊണ്ടാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വൈരിയുടെ നേരെ ദൈവസഹായം വേണ്ടത്? വൈരിയായ സാത്താൻ മനുഷ്യന്റെ ശത്രുവായി നിന്നുകൊണ്ട് മനുഷ്യന് വിരോധമായി പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ, കഴിഞ്ഞ രാത്രിയിൽ കേട്ട ഒരു കാര്യം, അവൻ ഭൂതലത്തിലുള്ള മനുഷ്യരെ സകലരെയും അവൻ തെറ്റിച്ചു കളയുന്നവനാണ്. വീണ്ടും ശത്രുവായ സാത്താന്റെ പ്രവർത്തികളെക്കുറിച്ചും അതിൽ നിന്നുള്ള വിടുതലിനെ കുറിച്ചും നാം നോക്കുമ്പോൾ എപ്രകാരമാണ് അതിൽ നിന്നൊരു വിടുതൽ മനുഷ്യന് പ്രാപിപ്പാൻ കഴിയുന്നത്? 81-ാം സങ്കീർത്തനം 13-14 വാക്യങ്ങൾ നാം വായിച്ചാൽ സങ്കീർത്തനക്കാരൻ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മനുഷ്യൻ പിശാചിന്റെ ശക്തികളോട് എതിർത്ത് നിന്ന് ജയം നേടുവാൻ എന്താണ് അവന് വേണ്ടത് എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു. വായിച്ചട്ട് 13-14 വാക്യങ്ങൾ. അയ്യോ, എന്റെ ജനം എന്റെ വാക്കു കേൾക്കുകയും ഇസ്രായേൽ എന്റെ വഴികളിൽ നടക്കുകയും ചെയ്തുവെങ്കിൽ, ഇസ്രായേൽ എന്റെ വഴികളിൽ നടക്കുകയും ചെയ്തിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു. എന്നാൽ ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു. വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു. അവരുടെ വൈരികളുടെ നേരെ
എന്റെ കൈ തിരിക്കും. അവരുടെ വൈരികളുടെ നേരെ എന്റെ കൈ തിരിക്കുമായി. ഇവിടെ സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്ന മറ്റൊരു സത്യം, അയ്യോ എന്റെ ജനം എന്റെ വാക്ക് കേൾക്കുകയും എന്റെ വഴികളിൽ നടക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. എങ്കിൽ ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു. അവരുടെ വൈരികൾക്ക് നേരെ ഞാൻ എന്റെ കൈ തിരിക്കുമായിരുന്നു. ഇന്ന് രാത്രി വേളയിൽ ദൈവത്തിന്റെ വചനം കേട്ട് ദൂരെയും ചാരയുമായി നിന്ന് ഈ സത്യങ്ങളെ കേൾക്കുമ്പോൾ മനുഷ്യന്റെ നിത്യവൈരിയായി, അവന്റെ നിത്യശത്രുവായി, മനുഷ്യന്റെ പ്രതിയോഗിയായി, ഭൂതലത്തെ തെറ്റിക്കുന്നവനായി, ആത്മീക ജീവിതത്തെ താളം തെറ്റിക്കുന്നവനായി, മനുഷ്യന് വിരോധിയായി നിൽക്കുന്ന ശത്രുവായ സാത്താന്റെ പോരാട്ടത്തില് മനസ്സ് ഭാരപ്പെട്ട് എങ്ങനെയാണ് ദൈവമേ ഞാൻ എന്റെ ജീവിതം മുൻപോട്ട് നയിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ച് ഉത്തരം കിട്ടാത്ത അവസ്ഥയിലാണ് ഇരിക്കുന്നതെങ്കിൽ ഇന്ന് രാത്രിയിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞ ആ വാക്ക് ഞാൻ ആത്മാവിൽ നിങ്ങളോട് ഓർപ്പിക്കട്ടെ. വൈരി നിങ്ങളുടെ മുൻപാകെ കീഴടങ്ങും. വൈരിയുടെ നേരെ സ്വർഗത്തിലെ ദൈവം സ്വർഗത്തിൽ നിന്ന് കരത്തെ ചലിപ്പിച്ച് സ്വർഗത്തിലെ ദൈവം തന്റെ കരം ശത്രുവിന്റെ മേലെ നീട്ടുമ്പോൾ ശത്രു പരാജയപ്പെടുവാനിടയാകും. പക്ഷേ നാം ചില കാര്യങ്ങൾ ചെയ്യണം. ദൈവിക അനുഗ്രഹങ്ങളെ കുറിച്ച് നാം നോക്കിയാൽ ഒരു മനുഷ്യന് ഉന്നതനായ ദൈവം, ഉയരങ്ങളിൽ വസിക്കുന്ന ദൈവം, കൃമിയും പൊടിയുമാകുന്ന മനുഷ്യന് ദൈവത്തിന്റെ സഹായം അയച്ചു കൊടുക്കുവാൻ ദൈവം ചില കണ്ടീഷനുകൾ വെച്ചിട്ടുണ്ട്. വ്യവസ്ഥകളുടെ മേലാണ് ദൈവിക അനുഗ്രഹം. ആകയാൽ നാം എന്താണ് ചെയ്യേണ്ടത്? ബൈബിൾ പറയുന്നത്, അയ്യോ എന്റെ ജനം എന്റെ വാക്ക് കേൾക്കണം, എന്റെ വഴികളിൽ നടക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ കരം വൈരിയുടെ നേരെ തിരിക്കുകയും വൈരി പരാജയപ്പെട്ടു പോവുകയും ചെയ്യുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വാക്ക് കേൾക്കണം, അഥവാ അവന്റെ വഴികളിൽ നാം നടക്കണം. ഈ രണ്ട് കാര്യങ്ങളാണ് സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്നത്. ദൈവത്തിന്റെ വഴി, അവന്റെ വാക്കുകൾ. എന്താണ് ദൈവത്തിന്റെ വാക്കുകൾ എന്ന് പറയുന്നത്? ദൈവത്തിന്റെ വാക്കുകളെ കുറിച്ച് നാം പഠിച്ചു നോക്കിയാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ തിരുവെഴുത്ത് നാം ആരംഭം മുതൽ പഠിച്ചാൽ ദൈവത്തിന്റെ വാക്കുകൾ മനുഷ്യ ജീവിതത്തോട് വ്യക്തമായി ഇടപെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ആ ദൈവത്തിന്റെ വാക്കുകളെ ദൈവവചനം പറയുന്നത് ദൈവത്തിന്റെ കൽപ്പനകൾ എന്നാകുന്നു. ഒരു മനുഷ്യൻ ദൈവത്തിന്റെ കൽപ്പനയാകുന്ന ദൈവത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ അവന്റെ വൈരി അവന്റെ മുൻപാകെ പരാജയപ്പെടും. അവന്റെ വൈരിയുടെ നേരെ സ്വർഗത്തിൽ നിന്ന് ദൈവം തന്റെ കരം നീട്ടുവാനിടയാകും. ഇന്ന് രാത്രിയിൽ ദൈവസഹായം പ്രതീക്ഷിച്ച് വന്നിരിക്കുന്ന പല ജീവിതങ്ങളെയും പരിശുദ്ധാത്മാവ് കാണുകയാണ്. കഴിഞ്ഞ ദീർഘനാളുകളായി നിങ്ങളുടെ ജീവിതത്തിൽ സഹായത്തിനുള്ള മാർഗങ്ങൾ അന്വേഷിച്ച് മറുപടി കിട്ടാതെ, ഉത്തരം കിട്ടാതെ അലഞ്ഞ് ഉഴലുന്ന അവസ്ഥയില് ഈ ലോകത്തിൽ ഒരുപക്ഷെ നിങ്ങളായിരിക്കുകയായിരിക്കാം. ഇന്ന് രാത്രിയിൽ സ്വർഗത്തിലെ ദൈവം തന്റെ കരം നീട്ടി നിങ്ങളെ സഹായിപ്പാൻ ഇറങ്ങി വന്നാൽ ആ കരത്തെ സ്വീകരിപ്പാൻ എത്ര പേർ ഒരുക്കമാണ്. പക്ഷേ അത് പ്രാപിപ്പാൻ കഴിയണമെങ്കിൽ വിശുദ്ധ ബൈബിൾ പറയുന്നത് ദൈവത്തിന്റെ വാക്കാകുന്ന ദൈവത്തിന്റെ കൽപ്പന ഒരു മനുഷ്യൻ കേട്ടനുസരിക്കണം. ആവർത്തന പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 5-ാം അധ്യായത്തിന്റെ 33-ാം വാക്യം നാം വായിച്ചു നോക്കിയാൽ അവിടെ ഇപ്രകാരം ഒരു സത്യത്തെ നമുക്ക് കാണുവാൻ കഴിയും. ഒരു മനുഷ്യനോട് അവൻ ജീവിച്ചിരിക്കുവാനും അവൻ നന്നായിരിക്കേണ്ടതിനും അവൻ ദീർഘായുസ്സോടെ ഈ ഭൂമിയിൽ പാർക്കേണ്ടതിനും അവൻ എന്താകുന്നു ചെയ്യേണ്ടത്? വായിച്ചട്ടെ. ആവർത്തനം 5:33. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിനും നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിനും നിങ്ങൾ കൈവശമാക്കുന്ന ദേശത്ത് ദീർഘായുസ്സോടിരിക്കേണ്ടതിനും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള എല്ലാ വഴിയിലും നടന്നു. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൽപ്പിച്ച സകല വഴികളിലും നടക്കണം. നിങ്ങൾ നന്നായിരിക്കേണ്ടതിന്, ജീവനോടിരിക്കേണ്ടതിന്, നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിങ്ങൾ ദീർഘായുസ്സോടുകൂടെ ഇരിക്കേണ്ടതിനും നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിക്കുന്ന സകല വഴികളും, ദൈവത്തിന്റെ വാക്കുകളും ദൈവത്തിന്റെ വഴികളും എന്ന് പറയുമ്പോൾ അതിന്റെ എല്ലാം പിൻപിൽ ദൈവത്തിന്റെ കൽപ്പനകളെ നമുക്ക് കാണുവാൻ കഴിയും. ഈ ലോകത്തിൽ മനുഷ്യന്റെ മുൻപാകെ ദൈവത്തിന്റെ സഹായത്തിന്റെ കരമിറങ്ങി വരുവാൻ ബൈബിൾ മനുഷ്യനോട് പറയുന്ന ചില വ്യക്തമായ കൽപ്പനകളുണ്ട്. ആ കൽപ്പനകൾ മനുഷ്യൻ അനുസരിക്കുമ്പോൾ ദൈവം മനുഷ്യനോട് വ്യക്തമായി ഇടപെടുന്നു. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 17-ാം അധ്യായം 30-ാം വാക്യം വായിക്കുമ്പോൾ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരോടും, കേരളത്തിലുള്ളവരോടല്ല, ഇന്ത്യയിൽ മാത്രമുള്ളവരോടല്ല, ഈ ഭൂതലത്തിൽ മുഴുവൻ പാർക്കുന്ന സകല
മാനവജാതിയോട് ദൈവത്തിന്റെ ആത്മാവ് ഒരു സത്യം ദൈവ കൽപ്പന വിളിച്ചു പറയുന്നു. 17:30 വായിച്ചാട്ടെ. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളിൽ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുകയാണ്. എല്ലായിടത്തും എല്ലാവരും എന്ന് പറയുമ്പോൾ ഈ ഭൂമിയുടെ ഒരു കോണ് പോലും ഒഴിഞ്ഞിട്ടില്ല. ലോകത്തിലുള്ള എല്ലാ സ്ഥലങ്ങളും എന്ന് പറഞ്ഞാൽ മനുഷ്യ പാർപ്പുള്ള സകലയിടങ്ങളിലും പാർക്കുന്ന സകല മനുഷ്യരും എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം എന്ന് ദൈവം കൽപ്പിക്കുകയാണ്. ആ ദൈവത്തിന്റെ കൽപ്പനയാണ്. ദൈവത്തിന് സ്തോത്രം. ജീവിച്ചിരിക്കേണ്ടതിനും നന്നായിരിക്കേണ്ടതിനും ദീർഘായുസ്സുണ്ടാകേണ്ടതിനും അടുത്തത് ദൈവത്തിന്റെ വചനം പറഞ്ഞത് എന്റെ കരം വൈരിയുടെ നേരെ നീട്ടുവാനും വൈരികൾ പരാജയപ്പെടുവാൻ എന്ന് പറഞ്ഞാൽ ശത്രുവായ സാത്താൻ പരാജയപ്പെടുവാൻ, മനുഷ്യന്റെ മുൻപാകെ പരാജയപ്പെടുവാൻ മനുഷ്യർ ദൈവത്തിന്റെ കൽപ്പന കേൾക്കണം. ദൈവം പറയുകയാണ് ഞാൻ കൽപ്പിച്ച എന്റെ വഴികളിൽ നടക്കണം. എന്താണ് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നത്? മനുഷ്യ, നീ ജീവിച്ചിരിക്കേണ്ടതിന്, നിനക്ക് നന്നായിരിക്കേണ്ടതിന് അറിയായ്മയുടെ കാലങ്ങളെ ഗണ്യമാക്കാത്ത ദൈവം മനുഷ്യരോട് വിളിച്ചു പറയുന്നു മാനസാന്തരപ്പെടണം. ആര്? എല്ലാവരും. എവിടെ? എല്ലായിടത്തും. ഒരു സ്ഥലവും ഒഴിഞ്ഞിട്ടില്ല. ഒരു വ്യക്തിയെ പോലും ഒഴിച്ചു നിർത്തിയിട്ടില്ല. എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം. അത് ദൈവത്തിന്റെ കൽപ്പനയാണ്. ഈ മാനസാന്തരം പറയുമ്പോൾ ചിലപ്പോൾ ചിലർ പറയും ഇത് ബന്ധുക്കോസുകാരെല്ലായിടത്തും പറയുന്നതാ. ഇത് പറയാതിരിക്കാൻ തരമില്ല. കാരണം ദൈവത്തിന്റെ വചനത്തില് വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ദൈവകൽപ്പനയാകിയാൽ മനുഷ്യന്റെ ജീവിതം നന്നായിരിക്കാൻ അവന്റെ ശത്രുവായ പിശാച് അവന്റെ മുൻപാകെ തോറ്റുപോകുന്നത് അവർക്ക് അനുഭവിപ്പാൻ കഴിയേണ്ടതിന് ബൈബിൾ പറയുന്നു, ദൈവവചനം പറയുന്നു, എന്റെ കൽപ്പന കേട്ടനുസരിക്കണം, ഞാൻ കൽപ്പിച്ച വഴികൾ നടക്കണം. ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു നീ മാനസാന്തരപ്പെടണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇതൊക്കെ നമുക്കറിയാവുന്ന അടിസ്ഥാനങ്ങളാണ്. വീണ്ടും ദൈവവചനത്തിലേക്ക് വരുമ്പോൾ 71-ാം സങ്കീർത്തനം 3-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ സങ്കീർത്തനക്കാരൻ മറ്റൊരു കാര്യം പറയുന്നു. 71-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം. ഞാൻ എപ്പോഴും വന്നു പാർക്കേണ്ടതിന് നീ എനിക്ക് ഉറപ്പുള്ള പാറയായിരിക്കണമേ. അടുത്തത് എന്നെ രക്ഷിപ്പാൻ നീ കൽപ്പിച്ചിരിക്കുന്നു. നീ കൽപ്പിച്ചിരിക്കുന്നു. നീ എന്റെ പാറയും എന്റെ കോട്ടയുമാകുന്നുവല്ലോ. എന്നെ രക്ഷിപ്പാൻ വേഗം വരണമേ. അടുത്തതായി സങ്കീർത്തനക്കാരൻ പറയുന്നു എന്നെ രക്ഷിപ്പാൻ നീ കൽപ്പിച്ചിരിക്കുന്നു. ഇത് ലോകത്തിലുള്ള സകല മനുഷ്യരോടുമുള്ള ഒരു ദൈവത്തിന്റെ കൽപ്പനയാണ്. ഭൂലോകത്തിൽ പാർക്കുന്ന സകലരും രക്ഷപ്പെടണം എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. രക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ഒറ്റവാക്കിൽ പറഞ്ഞാൽ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ, അതാകുന്നു രക്ഷ. ലോകത്തിന്റെ മനുഷ്യന്റെ ജീവിതാവസ്ഥകൾ നോക്കിയാൽ പാപം എന്ന് പറയുന്ന പ്രതിഭാസത്താൽ മനുഷ്യൻ കറപിടിച്ചവനായി പാപത്തിന് ദാസനായി തീർന്ന് അത് നിമിത്തമുള്ള നിത്യശിക്ഷാവധി ഏറ്റുവാങ്ങുവാൻ എന്ന് പറഞ്ഞാൽ ആ നിത്യശിക്ഷാവധിയിലൂടെ മനുഷ്യന് ലഭിക്കുന്ന നരകത്തിന്റെ കവാടത്തിൽ ശിക്ഷയേൽക്കുവാൻ പോയി നിൽക്കുന്ന മനുഷ്യനെ ആ നരകത്തിന്റെ കവാടത്തിൽ നിന്ന് കൈപിടിച്ചുയർത്തി ദൈവസിംഹാസനം വരെയും കൊണ്ടുപോകുവാൻ അവന്റെ ജീവിതത്തിൽ സംഭവിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രക്ഷ എന്നുള്ളത്. അത് ദൈവം കൽപ്പിച്ചതാണ്. ഭൂതലത്തിലുള്ള സകല മനുഷ്യരും രക്ഷിക്കപ്പെടണം. സങ്കീർത്തനക്കാരൻ പറയുന്നു എന്നെ രക്ഷിപ്പാൻ നീ കൽപ്പിച്ചിരിക്കുന്നു. ലോകത്തിലെ സകല മനുഷ്യരും രക്ഷപ്പെടണം എന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പനയാണ്. ദൈവത്തിന്റെ സ്തോത്രം. എന്തുകൊണ്ടാണ് രക്ഷിക്കപ്പെടുക അല്ലെങ്കിൽ രക്ഷിക്കപ്പെടണം എന്ന് പറയുന്നത്? രക്ഷ എന്നുള്ളതിന് അതിന്റെ മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്ന പദം സോറ്റീരിയ എന്നാകുന്നു. ആ ഒരു പദമാണ് കൊടുത്തിരിക്കുന്നത് ഗ്രീക്ക് ഭാഷയിൽ. അതിന്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ ആ ന്യായവിധിയിൽ നിന്നും മരണ ഭയത്തിൽ നിന്നും ശത്രു പീഡയിൽ അത് നിമിത്തം ഉണ്ടാകുന്ന ഭയത്തിൽ നിന്നും മനുഷ്യനുണ്ടാകുന്ന വിടുതൽ, അതാകുന്നു സോറ്റീരിയ എന്ന് പറയുന്നത്. ഇത് ദൈവം കൽപ്പിച്ചതാണ്. ഭൂതലത്തിലെ സകല മനുഷ്യർക്ക് അത് ദൈവത്തിന്റെ ദാനമാകും. വെളിപ്പാട് പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ അപ്പോസ്തലൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനമാകുന്നു. അത് ദൈവത്തിന്റെ ദാനമാണ്. അത് സൗജന്യമായി ദൈവം ലോകത്തിൽ കൊടുക്കുകയാ. എന്താണ് അതിന്റെ കാരണം? അത് ദൈവത്തിന്റെ കൽപ്പനയാണ്. എന്നെ രക്ഷിപ്പാൻ ദൈവം കൽപ്പിച്ചിരിക്കുന്നു. ലോകത്തിലുള്ള സകല മനുഷ്യരും രക്ഷപ്പെടണം. ശിക്ഷാവധിയിൽ നിന്ന് പാപത്തിന്റെ അനന്തരഫലമായി മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുന്ന നിത്യശിക്ഷാവധിയിൽ നിന്ന് മനുഷ്യൻ രക്ഷപ്പെടണമെന്ന് ദൈവം ആഗ്രഹിച്ച രക്ഷ എന്ന നിത്യസത്യം മനുഷ്യന്റെ മുൻപാകെ ദൈവം കൽപ്പനയായി കൊടുക്കുകയാണ്. ദൈവവചനം പറയുന്നു രക്ഷിക്കപ്പെടുക എന്നുള്ളത് ദൈവകൽപ്പനയാണ്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ച വഴികളിൽ നടക്കണം, അപ്പോൾ ശത്രു കീഴടങ്ങും. ഇന്ന് രാത്രി
രാത്രിയിൽ എന്നെ കേൾക്കുന്ന വാത്സല്യ സ്നേഹിതരെ, കഴിഞ്ഞ നാളുകളില് ശത്രുവായ സാത്താന്റെ പോരാട്ടങ്ങളാൽ നിങ്ങളുടെ കുടുംബം തകർന്ന് കുടുംബജീവിതങ്ങളിൽ ശിഥിലമാകുന്ന അവസ്ഥ, നന്മകൾക്ക് തടസ്സം, ഇന്ന് രാത്രിയിൽ ആത്മാവിൽ ഞാൻ ചോദിക്കട്ടെ, സ്നേഹിത, നീ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? രക്ഷിക്കപ്പെടുവാൻ കഴിഞ്ഞെങ്കിൽ അത് ദൈവകൽപ്പനയാ. ദൈവകൽപ്പന എന്ന ദൈവത്തിന്റെ വഴികളിലേക്ക് വരുമ്പോൾ ദൈവം തന്റെ കരം നീട്ടി നിന്നെ വിടുവിപ്പാൻ, ശത്രുവിന്റെ പക്കൽ നിന്ന് നിന്നെ വിടുവിപ്പാൻ അവൻ സഹായിക്കുന്നു എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ചോദിക്കും, എങ്ങനെ രക്ഷപ്പെടും? അതിനുള്ള മാർഗം അറിയാതെ ഒരുപക്ഷെ മുൻപോട്ട് പോകുന്ന ആരെങ്കിലും ഇന്ന് രാത്രിയിൽ ഇവിടെ ഉണ്ടെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 21-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ദൈവവചനം ഇപ്രകാരം പറയുന്നു. 2:21, കർത്താവിന്റെ നാമം വിളിക്കുന്നവൻ, ആ ഭാഗം മാത്രം വായിച്ചാണ്. എന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടുമെന്ന് ദൈവം അരുളിച്ചെയ്യുന്നു. കർത്താവിന്റെ നാമം വിളിക്കപ്പെടുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുകയാണ്. ആ നാമത്തെ നാം വിളിക്കണം. കർത്താവും രക്ഷിതാവുമായ യേശുവിന്റെ നാമത്തെ നാം വിളിച്ച് അപേക്ഷിക്കുമ്പോൾ ആ രക്ഷ നമുക്കുണ്ടാകും. എപ്രകാരമാണ് ഈ നാമത്തെ നാം വിളിച്ചപേക്ഷിക്കേണ്ടത്? റോമാലേഖനം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 9-10 വാക്യങ്ങൾ വായിച്ചാൽ അപ്പോസ്തലനായ പൗലോസോട് പറയുക, ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, ആധരങ്ങൾ കൊണ്ട് ഏറ്റുപറയണം, അപ്പോൾ രക്ഷിക്കപ്പെടും. ആ വാക്യം കൂടെ വായിക്കാം. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയണം. അപ്പോസ്തല പ്രവൃത്തി 2:21 വായിച്ചത്, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷിക്കപ്പെടും. എങ്ങനെയാണ് വിളിച്ചപേക്ഷിക്കേണ്ടത്? യേശുവിനെ കർത്താവെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് അധരങ്ങൾ കൊണ്ട് നാം ഏറ്റുപറയുവാനിടയാകണം. അപ്പോൾ ഈ രക്ഷ നമുക്ക് കിട്ടുവാനിടയാകും. വേദപുസ്തകം മനുഷ്യന്റെ ജീവിതത്തിലെ രക്ഷയ്ക്കുള്ള ഒരുപാട് മാർഗങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ലോകത്തിലേക്ക് നമ്മുടെ ദൃഷ്ടി പതിപ്പിച്ചാൽ ഈ രക്ഷയുടെ ആവശ്യമില്ല എന്നും, രക്ഷ ബൈബിൾ സാക്ഷ്യത്തിൽ കേട്ടല്ലോ, അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്കതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്നവർ ലോകത്തിൽ എത്രയോ സമൂഹങ്ങൾ, എത്രയോ സംഘങ്ങൾ, സംഘടനകൾ ആ നിലയിൽ പറയുന്നവരെ നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ചിലപ്പോൾ ആത്മീകമായൊരു ഉണർവുണ്ടാകുമ്പോൾ രക്ഷിക്കപ്പെടണം, ദൈവകൽപ്പന അനുസരിക്കണമെന്നൊക്കെ പറഞ്ഞ് മുൻപോട്ട് പോകും. എന്നാൽ അതിന് വിരോധമായി മറ്റൊന്ന് കേട്ടാൽ ഉടനെ അതിലേക്ക് ചാഞ്ഞു പോവുകയാണ്. അടുത്തൊരു ദിവസം വേറൊന്ന് കേൾക്കുമ്പോൾ അതിലേക്ക് പോവുക. ഇങ്ങനെ ഇരുമനസ്സുള്ളവരായി ജീവിച്ചാൽ ദൈവത്തിന്റെ രക്ഷ ഒരിക്കലും അവകാശമാക്കുവാൻ സാധ്യമല്ല. ദൈവത്തിന് സ്തോത്രം. ഒരിക്കല് ഒരു സ്ഥലത്ത് ഒരു വർക്കി എന്ന് പറയുന്ന ആളുണ്ടായി. അദ്ദേഹം ഒരു പുതിയ ബിസിനസ് തുടങ്ങുവാൻ തുടങ്ങി. ഒരു നല്ല മീൻ കച്ചവടം തുടങ്ങി. ഒരു മീൻകട തുടങ്ങുവാനായി സ്നേഹിതന്മാരെ ഒക്കെ വിളിച്ചുകൂട്ടിയിട്ട് കട തുടങ്ങി. അതിന്റെ മുൻപിൽ ഒരു ബോർഡ് എല്ലാവരെയും കാണിക്കുവാൻ എഴുതിയിട്ടു, ഇന്നത്തെ വിൽപ്പനയ്ക്കുള്ള പുതിയ മത്സ്യം. കാരണം ആളുകളൊക്കെ കണ്ട് ഇന്നത്തെ മാത്രമായിട്ടുള്ള വിൽപ്പനയാണെന്നും അത് പുതിയതാണെന്നും ഒക്കെ പറഞ്ഞ് വന്ന് വാങ്ങാൻ വേണ്ടി നല്ലൊരു ബോർഡ് അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിയത് താൻ എഴുതി വെച്ചു, ഇന്നത്തെ വിൽപ്പനയ്ക്കുള്ള പുതിയ മത്സ്യം. കണ്ടു നിന്നതിൽ ഒരാൾ പറഞ്ഞു, അത് ഇന്നത്തെന്നോ നാളത്തെന്നോ ആരും അറിയണ്ട, വിൽപ്പനയ്ക്കുള്ള പുതിയ മത്സ്യം എന്ന് എഴുതിയാൽ മതി. അപ്പൊ വർക്കിച്ചാൻ ഇന്നത്തെ എന്നുള്ളത് അങ്ങ് മാറ്റിയിട്ട് വിൽപ്പനയ്ക്കുള്ള പുതിയ മത്സ്യം ഒന്നാക്കി. അത് കഴിഞ്ഞപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ അടുത്തൊരു സ്നേഹിതൻ വന്നിട്ട് പറഞ്ഞു, പുതിയതാണെന്നും പഴയതാണെന്നൊന്നും ആരും അറിയണ്ട, കിട്ടുന്നത് അങ്ങ് വിറ്റാ മതി, അതുകൊണ്ട് പുതിയതെന്ന് വേണ്ട, ഇനി വിൽപ്പനയ്ക്കുള്ള മത്സ്യം എന്ന് മാത്രം മതി. അടുത്ത ദിവസം വേറൊരാൾ വന്നിട്ട് പറഞ്ഞു, മത്സ്യം വിൽക്കാനല്ലേ വെച്ചേക്കുന്നത്, പിന്നെ വിൽപ്പനയ്ക്കൊന്നും എഴുതേണ്ട കാര്യമില്ല, മത്സ്യമെന്ന് മാത്രം അങ്ങ് എഴുതിയാൽ മതി. അദ്ദേഹം വിൽപ്പനയെ അങ്ങ് തുടച്ചു കളഞ്ഞു, മത്സ്യമെന്ന് മാത്രം എഴുതി. 2 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വേറൊരാൾ വന്നു പറഞ്ഞു, മത്സ്യമൊന്നും എഴുതേണ്ട കാര്യമില്ല, കാരണം ഇതിനടുത്ത് വരുമ്പോഴേ ഇതിന്റെ നാറ്റമൊക്കെ അടിച്ച് ആളുകൾക്ക് മനസ്സിലാകും, ഇതിനടുത്തൊരു മീൻകടയുണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാകാതെ, അതുകൊണ്ട് അതും വേണ്ടെന്ന് പറഞ്ഞു. ഇദ്ദേഹം ആ ബോർഡും അങ്ങ് തൊത്തു കളഞ്ഞു. 3-ന്റെ അന്ന് വർക്കി മീൻകടയും പൂട്ടി വീട്ടിൽ പോകേണ്ടതായിട്ട് വന്നു. ഇന്ന് പലരുടെയും ജീവിതത്തിൽ അങ്ങനെയാ. പലതും പലയിടത്തുനിന്നും കേൾക്കുമ്പോൾ അതാണോ ശരി, ഇതാണോ ശരി, ഏതാണ് സത്യം, എന്താണ് ചെയ്യേണ്ടത് ഒന്നും അറിയാൻ വയ്യാതെ അവസാനം ബോർഡിലുള്ളതെല്ലാം തുടച്ചു കളയും. അവസാനം കിട്ടിയതും പൂട്ടി വീട്ടിൽ പോകേണ്ടതായിട്ട് വരും. ഒരു സത്യം ദൈവമക്കൾ അറിയണം, രക്ഷ ദൈവത്തിന്റെ ദാനമാ. അതിന്റെ ഏക മാർഗം രക്ഷകനായ യേശു മാത്രം. അവന്റെ നാമത്തെ ഏറ്റുപറഞ്ഞാൽ മാത്രമേ കിട്ടൂ. പാരമ്പര്യമുള്ള കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ക്രിസ്തീയ പാരമ്പര്യം ദീർഘനാളുകളായി പറയുന്നത് കൊണ്ടോ ഇതൊന്നും ഒരു കുടുംബത്തിലും വരുന്നതല്ല. ഇത് സൗജന്യമാണ്. ഏറ്റുപറയുന്ന ഏവർക്കും യേശുവിനെ രക്ഷിതാവെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുമ്പോൾ അവൻ രക്ഷിക്കപ്പെടും എന്നാകുന്ന വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. വീണ്ടും നാം കടന്നു വരുമ്പോൾ മർക്കോസിന്റെ സുവിശേഷം 16 വായിച്ചാൽ അവിടെ മറ്റൊരു കാര്യം നമുക്ക് കാണുവാൻ കഴിയുന്നു. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും.
ഇല്ലാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. വിശുദ്ധ ബൈബിൾ അടിസ്ഥാനമായി പറയുന്ന ഒരു സത്യമാ. ഒന്ന് വിശ്വസിക്കണം, അടുത്തതവൻ സ്നാനമേൽക്കണം. അപ്പോൾ രക്ഷയുടെ പൂർത്തീകരണത്തിലേക്ക് അവൻ വളർന്നുകൊണ്ടിരിക്കുകയാ. സ്നാനം അത് ദൈവവചനത്തിന്റെ സത്യമാ. അതിനെ മാറ്റി നിർത്തുവാൻ സാധ്യമല്ല, ഒഴിച്ചു മാറ്റി നിർത്തുവാൻ കഴിയുന്നതല്ല. ഈശോ മശിഹ ലോകത്തിൽ വന്ന് 30 വയസ്സ് വരെ മാതാപിതാക്കളോടുകൂടെ ജീവിച്ച 30ാമത്തെ വയസ്സിൽ സ്നാപക യോഹന്നാന്റെ അടുക്കൽ യോർദാൻ നദിയിൽ വന്ന് മുഴുകൽ സ്നാനം സ്വീകരിച്ച് അവൻ വെള്ളത്തിൽ നിന്ന് കയറി പരിശുദ്ധാത്മാവ് പ്രാവുന്ന പോലെ അവന്റെ മേൽ വന്ന് അടുത്ത 3.5 വർഷക്കാലം കൊടുങ്കാറ്റ് പോലെ ഈ ഭൂമിയില് തന്റെ പരസ്യമായ ശുശ്രൂഷ ചെയ്യുന്നതിന് മുൻപ് അവൻ ചെയ്ത ഏറ്റെടുത്ത ഒരു മഹത്തായ സത്യവും അപ്പോസ്തലന്മാർക്ക് കൽപ്പന കൊടുത്തത് ലോകത്തിലുള്ളവർ ഏറ്റുകൊള്ളണമെന്ന് സാക്ഷാൽ ഈശോ മശിഹ പറഞ്ഞത് അപ്പോസ്തലന്മാർ ലോകത്തോട് വിളിച്ചു പറഞ്ഞതുമായ സത്യമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദുഃഖകരമെന്ന് പറയട്ടെ, ആധുനിക ലോകത്തിലുള്ള പലർക്കും ആ സത്യത്തെ ഏറ്റുകൊള്ളുവാൻ കഴിയുന്നില്ല. സഭയുടെ ചരിത്രം നാം പഠിച്ചാല് 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ച സഭാപിതാക്കന്മാരുടെ ചരിത്രം പഠിച്ചാൽ സെന്റ് ആംബ്രോസ്, സെന്റ് അഗസ്റ്റ്യൻ, വിശുദ്ധ തെർത്തുല്യൻ എന്നൊക്കെ പറയുന്നത് ആദിമ സഭയുടെ പിതാക്കന്മാരായിരുന്നു. അവരുടെയൊക്കെ എഴുത്തുകളെ നാം പഠിച്ചു നോക്കിയാൽ അവർ ആദിമസഭയ്ക്ക് കൊടുത്ത ഉപദേശം സ്നാനം എന്നുള്ളത് മുഴുകലായിരിക്കണം, അത് തൃത്വനാമത്തിലായിരിക്കണം എന്നുള്ളത് വളരെ വ്യക്തമായി ആദിമ നൂറ്റാണ്ടിലെ സഭയെ പഠിപ്പിച്ചിരുന്നു. എന്നാൽ സഭായുഗത്തിൽ ഇരുളടഞ്ഞൊരു കാലഘട്ടം കടന്നു വന്നപ്പോൾ അവർ ഈ ഉപദേശങ്ങൾക്ക് മാറ്റം വരുത്തി. വചനത്തിന്റെ സത്യത്തെ അവർ കാറ്റിൽ പറത്തി. യാഥാർത്ഥ്യത്തിലേക്ക് മുഖം തിരിക്കാതെ അവർ പുറം കാട്ടിപ്പോയപ്പോൾ ഇന്ന് സ്നാനമെന്ന സത്യം ലോകത്തിന്റെ മുൻപാകെ മറയ്ക്കപ്പെട്ടതായി, അടയ്ക്കപ്പെട്ടതായി തീരുകയാ. വിശുദ്ധ ബൈബിൾ പറയുന്നത് സ്നാനമേൽക്കുമ്പോൾ അവനൊരു രക്ഷയുണ്ടാകുക. ബൈബിൾ അതാണ് നമ്മെ ഓർപ്പിച്ചത്. വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുമ്പോൾ അവൻ രക്ഷിക്കപ്പെടും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്താണ് നാം ഇവിടെ വായിച്ചു കേട്ടത്? എന്റെ വചനം കേട്ട് എന്റെ വാക്കുകളെ അനുസരിച്ച് എന്റെ കൽപ്പനകളെ കേട്ടു നടക്കുമ്പോൾ ശത്രുവിന്റെ നേരെ അവന്റെ കൈ അവൻ തിരിക്കും എന്നാണ് നാം വായിച്ചു കേൾപ്പാൻ ഇടയായി തീർന്നത്. 81-ാം സങ്കീർത്തനത്തിന്റെ 13-ാം വാക്യം ഒരിക്കൽ കൂടി ഒന്ന് വായിച്ചാട്ടെ. അയ്യോ, എന്റെ ജനം എന്റെ വാക്കു കേൾക്കുകയും ഇസ്രായേൽ എന്റെ വഴികളിൽ നടക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളായിരുന്നു. എന്നാൽ ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു. വേഗത്തിൽ അവരുടെ ശത്രുക്കളെ ഞാൻ കീഴടക്കുമായിരുന്നു. ശത്രു നമ്മുടെ മുൻപാകെ കീഴടങ്ങുവാൻ, ശത്രുവായ പിശാച് നമ്മുടെ മുൻപാകെ കീഴടങ്ങുവാൻ ദൈവത്തിന്റെ വചനം പറയുന്നു. ഒരു മനുഷ്യൻ ദൈവകൽപ്പന പ്രകാരം ഈ ലോകത്തിൽ മുൻപോട്ട് പോകണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും നാം തിരുവെഴുത്തുകളെ പരിശോധിക്കുമ്പോൾ മനുഷ്യന്റെ വൈരിയായ സാത്താൻ മനുഷ്യന് നേരെ എന്താകുന്നു ചെയ്യുന്നത്? കഴിഞ്ഞ രാത്രിയിൽ ഒരു കാര്യം നാം ചിന്തിച്ചു. ഒന്ന്, അവൻ ഭൂതലത്തെ തെറ്റിക്കുന്നവനാണ്. എന്താണ് തെറ്റാനുള്ള കാരണം? തിരുവെഴുത്തും ദൈവശക്തിയും അറിയുന്നില്ല. ഈ അവസ്ഥയിൽ നിന്ന് മനുഷ്യന് വിടുവിക്കപ്പെടുവാൻ എന്താണ് അവൻ ചെയ്യേണ്ടത്? അവൻ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കണം. കൽപ്പനയാകുന്ന മാനസാന്തരം ഏറ്റുപറഞ്ഞ് സ്വീകരിക്കണം. ദൈവകൽപ്പനയാകുന്ന രക്ഷ അത് സൗജന്യമായി യേശു ക്രിസ്തുവിലൂടെ നേടണം. ആ രക്ഷയുടെ പൂർത്തീകരണത്തിലേക്ക് വരുവാൻ ദൈവകൽപ്പനയായ വിശ്വാസ സ്നാനം വിശ്വാസത്താൽ ഏറ്റുപറഞ്ഞ് അവൻ സ്വീകരിക്കണം. അടുത്തതായി നാം നോക്കുമ്പോൾ സാത്താൻ മനുഷ്യന് നേരെ പ്രയോഗിക്കുന്ന അടുത്തൊരു പ്രയോഗം, ഈ വൈരി എന്താകുന്നു ചെയ്യുന്നത്? ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നാം കൊണ്ടുവന്നാൽ ദൈവവചനം പറയുന്നത് 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പിശാചെന്ന ശത്രു അല്ലെങ്കിൽ ആ വൈരി മനുഷ്യരിൽ ചെയ്യുന്ന മറ്റൊരു പ്രവൃത്തി അവിടെ പറയുന്നു. വായിച്ചട്ട് 11-ാമത് വാക്യം. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. വൈരിയാകുന്ന സാത്താൻ ചെയ്യുന്ന അടുത്തൊരു കാര്യം, അവൻ എപ്പോഴും മനുഷ്യരെ തോൽപ്പിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. തോൽവി എന്നുള്ളത് ശത്രുവിന്റെ ഒരു അനുഭവം അല്ലെങ്കിൽ അവന്റെ അവകാശമാണ്. ഇത് സംഭവിച്ചത് യേശുവിന്റെ കാൽവറിയിലാണ്. അവൻ പരാജയപ്പെട്ടവനാണ്. നമുക്കറിയാം പിശാചിന്റെ ഉൽപ്പത്തി. സ്വർഗോന്നതങ്ങളിൽ കയറി ദൈവസിംഹാസനത്തിന് മീതെ അവന്റെ സിംഹാസനം സ്ഥാപിക്കുവാൻ അരുണോദയപുത്രനായ ശുക്രൻ ആരംഭിച്ചപ്പോൾ പ്രധാന ദൂതന്റെ വെട്ടേറ്റവൻ ഭൂമിയിലേക്ക് പതിച്ചു. അവിടെ പരാജയത്തിലൂടെയാണ് ആരംഭം. ഇന്നവൻ ചെയ്യുന്നത് മുഴുവൻ പരാജയമാണ്. എന്നാൽ യേശുവിന്റെ കാൽവറിയിൽ ശത്രുവായ സാത്താൻ ആയുധങ്ങൾ വെച്ച് കീഴടങ്ങി അവൻ പരാജയം സമ്മതിച്ചു. സാത്താൻ
സാത്താന്റെ ചരിത്രം പഠിച്ചാൽ അവൻ എല്ലായിടത്തും പരാജയം. പക്ഷെ പിശാച് പലപ്പോഴും ജയിച്ചാ നിൽക്കുന്നത്. ചില ദൈവമക്കളുടെ ജീവിതത്തിൽ പോലും ശത്രു ജയിച്ചാ നിൽക്കുന്നത്. കാരണം എന്തെന്നറിയാവോ? അവന്റെ ശക്തി കൊണ്ടൊന്നുമല്ല, അവൻ ഭയങ്കര തന്ത്രശാലിയാ, ഭയങ്കര സൂത്രക്കാരനാ. അതാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ. ചില മനുഷ്യരെ കണ്ടിട്ടില്ലേ, ഭയങ്കര തന്ത്രവും ഉപായത്താലും ഒക്കെ ജീവിക്കുന്നവരുണ്ട്. ഭയങ്കര തന്ത്രം, ഒരു വാക്ക് പറഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും തന്ത്രം കാണും, ഒരു പ്രവൃത്തി ചെയ്താൽ അതിനകത്തൊരു ഉപായം കാണും. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരെ കാണുമ്പോൾ അറിഞ്ഞുകൊള്ളണം, ശത്രുവിന്റെ മക്കളാണ്, സാത്താന്റെ സ്വന്തത്തിൽ പെട്ടവരാണ്. അവരെ ദൈവമക്കളൊക്കെ ആയിരിക്കും, കാര്യം ശരിയാ. പക്ഷേ ഉപായവും തന്ത്രവും സൂത്രവുമായിട്ട് നടക്കുന്നതെങ്കിൽ സാത്താന്റെ ആയുധപ്പരയാണ് അവരുടെ ഹൃദയം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറയുക, സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്. അടുത്തത്, അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ. ദൈവത്തിന് സ്തോത്രം. ശത്രു നമ്മെ തോൽപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. എപ്പോഴും പിശാചിന്റെ ആഗ്രഹം നമ്മെ തോൽപ്പിക്കണമെന്ന. ഈ തോൽവിയിൽ നിന്ന് ഒരു മനുഷ്യൻ എപ്രകാരം വിടുതൽ നേടും? സങ്കീർത്തനക്കാരൻ പറയുന്നത്, വൈരിയുടെ നേരെ എനിക്ക് സഹായം ചെയ്യണം. ഈ സഹായം എപ്രകാരം മനുഷ്യന് ലഭിക്കും? ശത്രു മനുഷ്യനെ തോൽപ്പിക്കുമ്പോൾ എപ്രകാരമാണ് അവന് ജയമുണ്ടാകുന്നത്? സങ്കീർത്തനത്തിലേക്ക് വന്നാൽ 80-ാം സങ്കീർത്തനം 20-21 വാക്യങ്ങൾ വായിച്ചാൽ പഴയ നിയമ രാജാവായിരുന്ന ദാവീദിനോടുള്ള ബന്ധത്തിൽ ഒരു വാക്ക് നമുക്ക് അവിടെ കാണാം. വായിച്ചോട്ടെ, 20-21 വാക്യങ്ങൾ. 89-ാം സങ്കീർത്തനം 20-21 വാക്യങ്ങൾ. ഞാൻ എന്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി എന്റെ വിശുദ്ധ തൈലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്തു. എന്റെ കൈ അവനോടുകൂടെ സ്ഥിരമായിരിക്കും. ഞാൻ എന്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി എന്റെ വിശുദ്ധ തൈലത്താൽ ഞാൻ അവനെ അഭിഷേകം ചെയ്തു. അടുത്തത്, എന്റെ കൈ അവനോടുകൂടെ സ്ഥിരമായിരിക്കും. കൈ അവനോടുകൂടെ സ്ഥിരമായിരിക്കും. എന്റെ ഭുജം അവനെ ബലപ്പെടുത്തും. എന്റെ ഭുജം അവനെ ബലപ്പെടുത്തും. ശത്രു അവനെ തോൽപ്പിക്കുകയില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ശത്രു അവനെ തോൽപ്പിക്കുകയില്ല. കാരണം എന്തെന്നറിയാമോ? എന്റെ ദാസനായ ദാവീദിനെ ഞാൻ തിരഞ്ഞെടുത്തു. എന്റെ വിശുദ്ധ തൈലത്താൽ ഞാൻ അവനെ അഭിഷേകം ചെയ്തു. എന്റെ കൈ അവനോടുകൂടെ സ്ഥിരമായിരിക്കും. ശത്രു അവനെ തോൽപ്പിക്കുകയില്ല. ഇന്ന് രാത്രി ഇവിടുന്ന് പോകുമ്പോൾ ഏറ്റുപറച്ചിൽ നമുക്കും ഉണ്ടായിരിക്കണം. ശത്രു അവനെ തോൽപ്പിക്കുകയില്ല. ആരെ? യഹോവയുടെ വിശുദ്ധ തൈലത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ വാഗ്ദത്തമാകുന്ന പരിശുദ്ധാത്മാഭിഷേകം വിശ്വാസത്താൽ പ്രാപിച്ച ദൈവമക്കളെ തോൽപ്പിക്കുവാൻ ശത്രുവിന് സാധ്യമല്ല. എന്താണ് ശത്രുവിന്റെ പ്രവൃത്തികളിലൊന്ന്? അവൻ നമ്മെ തോൽപ്പിക്കുന്നവനാണ്. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും തോൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. കാരണം എന്താ? അവൻ തോറ്റവനാണ്. തോറ്റവന്റെ ആഗ്രഹം എല്ലാവരും തോൽക്കണമെന്നാണ്. അങ്ങനെ മനുഷ്യരെ പരാജയപ്പെടുത്തുവാൻ ശത്രു തന്ത്രങ്ങൾ, ഉപായങ്ങൾ, വക്രബുദ്ധി ഇതൊക്കെ മെനഞ്ഞു വരുമ്പോൾ തിരുവെടുത്ത് വ്യക്തമായി പറയുന്നു, അവനെ ശത്രു തോൽപ്പിക്കയില്ല. ആരെ? എന്റെ ദാസനായ ദാവീദിന്റെ മേൽ ഞാൻ എന്റെ വിശുദ്ധ തൈലത്തിന്റെ അഭിഷേകം അവന്റെ മേൽ വെച്ചിട്ടുണ്ട്. എന്റെ കൈ അവരോടുകൂടെ സ്ഥിരമായിരിക്കും. ശത്രു അവനെ തോൽപ്പിക്കുകയില്ല. ഇന്ന് രാത്രി വേളയിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, വാഗ്ദത്തമാകുന്ന പരിശുദ്ധാത്മാഭിഷേകം വിശ്വാസത്താൽ നിങ്ങൾ പ്രാപിച്ചിട്ടുണ്ടോ? അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങൾ ഇരിക്കുന്നുവെങ്കിൽ ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അഭിഷേകമുള്ള ദൈവമക്കളെ പരാജയപ്പെടുത്തുവാൻ ശത്രുവിനെ കൊണ്ട് സാധ്യമല്ല. ആത്മബലമുള്ള ദൈവമക്കളെ തോൽപ്പിക്കുവാൻ ശത്രുവിനെ കൊണ്ട് ഒരിക്കലും സാധ്യമല്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആത്മാവിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിക്കുന്ന ദൈവമക്കൾക്ക് ശത്രുവിന്റെ ഒരു തന്ത്രങ്ങളെയും ഭയപ്പെടേണ്ട കാര്യമില്ല. എത്ര പേർക്ക് ആത്മനിറവുണ്ട്? ഇന്ന് ദുഃഖകരമെന്ന് പറയട്ടെ, ആത്മാവും ആത്മനിറവും ഒന്നും പലരുടെയും ജീവിതത്തിലില്ല. ഇന്ന് പലരും ഭയങ്കര സ്റ്റൈലിലാണ് ആത്മാവിലൊക്കെ നിറയുന്നത്. കൈയടിക്കുന്ന അടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവര് സിംഗപ്പൂരിലും കണ്ടുപോയത് പഠിച്ചിട്ട് വന്നാണെന്ന് തോന്നിപ്പോകോ. ഭയങ്കര സ്റ്റൈലായിട്ടൊരു പ്രത്യേക രീതിയിലൊക്കെ ഇരുന്ന് ഒളിമ്പിക്സിൽ മത്സരത്തിൽ പങ്കെടുക്കാൻ നിൽക്കുന്ന പോലെയൊക്കെ പലരും പങ്കെടുത്താണ് കൈയടിച്ച് ആത്മാവിലൊക്കെ നിറയുന്ന സ്റ്റൈലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത അവസ്ഥയാ. അഭിഷേകം ക്രിയ ചെയ്യുന്നില്ല, ആത്മാഭിഷേകം ക്രിയ ചെയ്യുന്നില്ല. ദൈവശക്തിയുടെ വ്യാപാരം പലരുടെയും ഉള്ളത്തിൽ ഉണ്ടാകുന്നില്ല. ദൈവത്തിന് മഹത്വമുണ്ട്. അഭിഷേകമുള്ള ദൈവമക്കളുടെ മധ്യേ തിരുവെടുത്ത് പറയുന്നുണ്ടല്ലോ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് ബലം നൽകിയിരിക്കുകയാ. ദൈവത്തിന് സ്തോത്രം. ചില നാളുകൾക്ക് മുമ്പ് ഞാൻ തിരുവനന്തപുരം സെന്ററിൽ ഇതുപോലൊരു മീറ്റിംഗിനായിട്ട് പോയി. മീറ്റിംഗിന്റെ ഇടയിൽ ഏതാണ്ട് 8 മണി കഴിഞ്ഞ സമയത്ത് സഹോദരിമാരിരിക്കുന്ന ഭാഗത്ത് പെട്ടെന്നൊരു ഇളക്കപ്പെരിപ്പോ എന്തോ ഒരു കുഴപ്പം എനിക്ക് മനസ്സിലായി. എന്തോ അവരുടെ ഇടയിൽ വന്ന് കയറിയിട്ടുണ്ട്.
3 സഹോദരന്മാർ ഇവരുടെ ഇടയിൽ കയറി ഓടുന്നു. എല്ലാവരും പരിഭ്രാന്തരായി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇത് കാണുന്നവർ സഹോദരിമാർ എഴുന്നേറ്റ് ഓടുകയാ. സംഭവം എന്തെന്നറിയോ? ഒരു പാമ്പായിരുന്നു. ആ സഹോദരിമാരിരിക്കുന്നതിന്റെ ഇടയിൽ കൂടെ ഒരു പാമ്പ് പോകുന്നു. എനിക്ക് മനസ്സിലായി പാമ്പാണ് പോകുന്നത്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഉള്ള ബലം തന്നിരിക്കുന്നു പറഞ്ഞപ്പോൾ ഒരു സഹോദരൻ ചാടി പാമ്പിന്റെ തലയ്ക്ക് ഒറ്റ ചവിട്ട് വെച്ചു കൊടുത്തു. ആദ്യമായിട്ടാണ് പാമ്പിനെ ചവിട്ടിക്കൊള്ളുന്നത് ഞാൻ കാണുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആ മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ ചെന്ന് നോക്കുമ്പോൾ പാമ്പിന്റെ തലയൊക്കെ ഇങ്ങനെ ഗുണനചിഹ്നം വരച്ച പോലെ ഇങ്ങനെ വെട്ടിത്തിരിഞ്ഞ് കിടക്കുക. ഒറ്റ ചവിട്ടിന് പാമ്പിന്റെ തല തേമ്പിപ്പോയി. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരു പാമ്പിനെ ആണെങ്കിൽ ചവിട്ടിക്കൊല്ലാനാണെങ്കിലും അതിനൊരു അഭിഷേകം ഉണ്ടെങ്കിൽ സാധിക്കും. ഞാൻ ചില വർഷങ്ങൾക്ക് മുൻപ് അങ്കമാലി എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ അവിടെ ഒരു അമ്മയുണ്ട്, ഒരു ടീച്ചറായിരുന്നു. പെൻഷനൊക്കെ പറ്റി ആരാധനയ്ക്ക് ഒരു അമ്മയുടെ ആത്മനിറവ് കാണാൻ നല്ല രസമാ. ഇരിക്കുന്നിടത്തിരുന്ന് 3 റൗണ്ട് കറങ്ങും. ദൈവത്തിന് സ്തോത്രം. അന്ന് ആരാധന കഴിഞ്ഞിട്ട് സഹോദരന്മാര് കയറ്റുവാ മടക്കുമ്പോൾ, പാമടക്ക് കയറ്റുവാ ഉരുട്ടുമ്പോൾ ഈ അമ്മ ഇരുന്നതിന്റെ അടിയിൽ ഒരു ചങ്കുവരൻ പാമ്പ് ചത്തരഞ്ഞിങ്ങനെ വട്ടത്തിൽ കറങ്ങി അവിടെ മുഴുവൻ ചോര തെറിപ്പിച്ചിരിക്കുന്നു. എനിക്ക് പെട്ടെന്ന് മനസ്സിലായ അമ്മ ഇരുന്ന സ്ഥലമാ. അമ്മ ആത്മാവിൽ നിറഞ്ഞ് 2 കറക്കത്തിന് ചങ്കുവരയും പാമ്പ് 3 കഷ്ണമായിട്ട് ചതഞ്ഞരഞ്ഞു പോയി. അഭിഷേകമുണ്ടോ? ദൈവശക്തിയുണ്ടോ? വളരെ ശ്രദ്ധിച്ചു കൊള്ളണം. ആത്മാഭിഷേകമുണ്ടോ? ഒരു പാമ്പും നമ്മെ ഒന്നും ചെയ്യുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഒരു ദോഷവും നമുക്ക് വരികയില്ല. ആത്മാവിന്റെ ബലം, അഭിഷേകത്തിന്റെ ബലം ദൈവമക്കളിൽ വ്യാപരിക്കുമ്പോൾ, ദൈവത്തിന്റെ ശക്തി ദൈവമക്കളുടെ മേൽ വ്യാപരിച്ചാൽ ശത്രു നമ്മെ ജയിക്കുകയില്ല. ഇന്ന് രാത്രി ഹൃദയം കൊണ്ട് വിശ്വസിക്കാമോ? ആരും വെറുതെ ഏറ്റു പറയണ്ട. ഹൃദയത്തിന്റെ ഉള്ളിൽ, കർത്താവേ, നീ എന്റെ മേൽ പകർന്ന വിശുദ്ധ തൈലമാകുന്ന അഭിഷേകത്തിന്റെ ശക്തിയാൽ എനിക്ക് നേരെ പോരാടുന്ന ശത്രുവിന്റെ ശക്തികളെ എനിക്ക് ജയിപ്പാൻ കഴിയും. അത് ഏറ്റുപറയുവാൻ കഴിവുള്ള ദൈവമക്കൾ കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി അത് സംഭവിക്കും. ഈ രാത്രി വേളയിൽ അത് സംഭവിക്കണം. അഭിഷേകത്താൽ, ദൈവശക്തിയാൽ ശത്രുവിന്റെ ബലം നമ്മുടെ മുൻപാകെ കെട്ടുപോകുവാൻ ഇടയായി തീരണം. ദൈവവചനം പറയുന്നു, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ ആഗ്രഹം എപ്പോഴും നമ്മെ പരാജയപ്പെടുത്തണമെന്ന്. ഇന്ന് രാത്രി വേളയിൽ ആത്മാവിന്റെ ബലത്തോടെ ദൈവമക്കൾ ഈ ആരാധനയുടെ ഒടുവിൽ ദൈവശക്തിയാൽ നിറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആത്മാവിന്റെ ബലത്താൽ ശത്രുവിന്റെ സകല ബലത്തെയും നമ്മുടെ കാൽ കീഴെ തരും. ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനൊരു സത്യമുണ്ട്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം എന്റെ വലത്ത് ഭാഗത്തിരിക്കാം. ഇന്ന് രാത്രി വേളയില് കർത്താവിന്റെ വലത്ത് ഭാഗത്ത് താണിരിപ്പാൻ കഴിയുന്ന ദൈവമക്കളെ, നിന്റെ ശത്രു എത്ര വലിയവനും ആയിക്കൊള്ളട്ടെ, അവനെ നിന്റെ കാൽ കീഴെ കൊണ്ടുവരുവാൻ ദൈവത്തിന് ശക്തിയുണ്ട്. അതിന് പ്രത്യേകിച്ച് നീ എവിടെയും പോകേണ്ട ആവശ്യമില്ല. നിന്റെ മേൽ അതിനുള്ള അധികാരം ആത്മാവിനാൽ ദൈവം നൽകി തന്നിരിക്കുകയാ. അവൻ നമ്മെ തോൽപ്പിക്കുന്നവനാ. ഈ തോൽവിയിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ ദൈവം നമുക്കൊരു അഭിഷേകത്തെ നൽകിയിരിക്കുന്നു. മൂന്നാമതായി നോക്കുമ്പോൾ സാത്താന്റെ പ്രവൃത്തിയുടെ അടുത്ത ഘട്ടമാണ് അവൻ മനുഷ്യരെ കെട്ടുന്നവനാണ്. മനുഷ്യന്റെ മേൽ കെട്ടുകൾ കൊണ്ടുവരുന്നു, ബന്ധനങ്ങളെ കൊണ്ടുവന്ന് അവനെ ബന്ധിതരാക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 16-ാം വാക്യം വായിക്കുമ്പോൾ ഒരു സ്ത്രീയുടെ അനുഭവം നമുക്കവിടെ കാണുവാൻ കഴിയും. വായിച്ചട്ടെ 13-16. എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവളെ ശബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചു വിടേണ്ടതല്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശു ശബത്ത് നാളിൽ ദേവാലയത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഒരു സ്ത്രീ യേശുവിന്റെ അടുക്കലേക്ക് വന്നു. 18 സംവത്സരമായി അല്പം പോലും വരുവാൻ കഴിയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവ് അവളെ സൗഖ്യമാക്കി. അപ്പോൾ അവരുടെ ഇടയിൽ ചെറിയ പിറുപിറുപ്പുണ്ടായി. ശബത്ത് നാളല്ലേ, പ്രവൃത്തി ചെയ്യാൻ ചെയ്താത്ത ദിവസമല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞ മറുപടി എന്തെന്നറിയാം? ദൈവത്തിന് സ്തോത്രം. 18 സംവത്സരമായി സാത്താൻ കെട്ടിവെച്ച ഇവളെ ഈ ശബത്ത് നാളിൽ അഴിച്ചുവിടേണ്ടതല്ലയോ? ദൈവത്തിന് സ്തോത്രം. കെട്ടുന്ന ജോലി സാത്താന്റേതാ, അഴിക്കുന്നത് നമ്മുടെ കർത്താവിന്റെ ജോലിയാ. ഇന്ന് രാത്രി നമുക്ക് ആ വാക്കുകൾ ഹൃദയത്തിൽ വിശ്വസിക്കുക. സാത്താൻ നിങ്ങളെ കെട്ടട്ടെ. ഇന്ന് രാത്രി യേശു നമ്മുടെ മധ്യേ ഉണ്ടെങ്കിൽ അവൻ കെട്ടുകളെ അഴിച്ചു കളയും. നിന്റെ ഭവനത്തിന്റെ കെട്ടുകൾ അവൻ അഴിച്ചു മാറ്റിക്കളയും. നിന്റെ ശരീരത്തിലുള്ള രോഗത്തിന്റെ ബന്ധനങ്ങളെന്ന് ആ കെട്ടുകൾ യേശു അഴിച്ചു മാറ്റും. ശത്രു കെട്ടട്ടെ, എത്ര വലിയ ശക്തി ഉണ്ടവൻ കെട്ടട്ടെ. നമ്മുടെ യേശു ജയാളിയാകയാൽ അവൻ കെട്ടുകളെ അഴിപ്പാൻ ശക്തിയുള്ളവനാകയാൽ അവൻ നമ്മുടെ ബന്ധനങ്ങളെ അഴിച്ചു മാറ്റും. വിശ്വസിപ്പാൻ എത്ര ദൈവമക്കൾക്ക് കഴിയും? സാത്താൻ എന്നെ കെട്ടിയാൽ, പിശാചെന്നെ കെട്ടിയാൽ, എന്റെ യേശുവിന്റെ നാമം ഞാൻ ഏറ്റു പറയുമ്പോൾ അവൻ എന്റെ കെട്ടുകളെ അഴിക്കും. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. രാത്രി നമുക്ക് വിശ്വസിക്കാം. ആരിവിടെ ലാഘവത്തോടെ ഇരിക്കണ്ട.
പ്രസംഗം കേട്ടുകൊണ്ട് മാത്രം ആരും ഇരിക്കേണ്ട. വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് വരട്ടെ. ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ശക്തിയോ അധികാരങ്ങളോ ഒന്നുമില്ല. ഞാൻ പറയുന്ന വചനങ്ങൾക്ക് ശക്തിയുണ്ട്. കാരണം എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാ. ഈ ദൈവവചനത്തിലെ സത്യങ്ങളാണ് ഞാൻ പറയുന്നത്. യേശു പറഞ്ഞതും ദൈവം പറഞ്ഞതും പരിശുദ്ധാത്മാവ് എഴുതിയതുമായ സത്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ആ വചനത്തിന് ശക്തിയുണ്ട്. ഇന്ന് രാത്രി ആ വചനത്തിന്റെ പ്രവൃത്തി നമ്മുടെ മധ്യേ നടക്കുവാനിടയാകണം. ഈ വചനത്തിന്റെ ശബ്ദം ഇവിടെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, അത് ഈ മീറ്റിംഗിന്റെ അവസാനമെന്നല്ല, ഇപ്പോൾ തന്നെ ആ ദൈവപ്രവൃത്തി നമ്മുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കട്ടെ. രോഗത്തിന്റെ കെട്ടുകളുള്ളവർ അവർ സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരിക്കട്ടെ. തിരുവെഴുത്ത് പറയുന്നല്ലോ, അവർ വചനം കേട്ടുകൊണ്ടിരിക്കയിൽ അവരുടെ മേൽ ദൈവശക്തി വ്യാപരിച്ചു, അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചു. ഇന്ന് രാത്രി വചനത്തിന്റെ ശബ്ദം ഇവിടെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടേയിരിക്കട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. പിശാചിന്റെ ഏതെങ്കിലും വിധമായ കെട്ടുകൾ, മന്ത്രവാദമോ ആഭിചാരമോ ക്ഷുദ്രപ്രയോഗങ്ങളോ എന്തുമായിക്കൊള്ളട്ടെ, അങ്ങനെയുള്ള ബന്ധനങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി വേളയിൽ അത് അഴിഞ്ഞു പോകട്ടെ. ശത്രു കെട്ടട്ടെ, നമ്മുടെ യേശു അത് അഴിക്കട്ടെ. പാതാളം കെട്ടട്ടെ, സ്വർഗം അത് അഴിക്കട്ടെ. ഇരുട്ടിന്റെ ശക്തികൾ കെട്ടട്ടെ, ദൈവതേജസ് അതിനെ അഴിച്ചു കളയട്ടെ. ഇന്ന് രാത്രി ഏറ്റുപറയാ. ആരും ദൈവസന്നിധിയിൽ വൃഥാവായി സമയങ്ങൾ കളയരുത്. ഹൃദയത്തിൽ ഏറ്റുപറഞ്ഞുകൊണ്ടിരുന്നാട്ട് വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ഏറ്റുപറച്ചിലുണ്ടാകട്ടെ. എന്റെ യേശു എന്റെ മധ്യമുണ്ട്, ഞാൻ അവന്റെ ജനമാണ്, അവന്റെ രക്തം എന്നെ ശുദ്ധീകരിച്ചതാണ്, ആ രക്തം എന്നെ പൊതിഞ്ഞതാണ്, അവൻ എനിക്ക് ഒരു അഭിഷേകം തന്നിട്ടുണ്ട്, ആ അഭിഷേകം എനിക്ക് ജയം തരുന്നതാണ്. ഇന്ന് രാത്രി ഏറ്റുപറച്ചിലോടെ നിങ്ങൾ ദൈവസന്നിധി ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊട്ട് ബലപ്പെടുത്തുവാനിടയായി തീരും. അവൻ ബന്ധനങ്ങളെ അഴിക്കുന്നവനാ. യേശു മശിഹ ഈ ലോകത്തിലേക്ക് വരുന്നതിന് ഏതാണ്ട് 700 വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകനായ യെശയ്യാവ് യേശുനാഥന്റെ ദൗത്യത്തെക്കുറിച്ച് ആത്മാവിൽ പറഞ്ഞപ്പോൾ യെശയ്യാ പ്രവചനം 49-ാം അധ്യായം 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു എന്തിനാണ് ലോകത്തിൽ വന്നത് എന്നുള്ളതിനെ കുറിച്ച് പറയുന്നു. വായിച്ചിട്ട് 49-8-ാമത്തെ വാക്യം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരം അരുളി, രക്ഷാ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. ദേശത്തെ ഉയർത്തുവാൻ ശൂന്യമായി കിടക്കുന്ന അവകാശങ്ങളെ കൈവശമാക്കി കൊടുപ്പാൻ ബന്ധിക്കപ്പെട്ടവരോട് ഇറങ്ങിപ്പോയിക്കൊള്ളുവീൻ എന്നും പറയുവാൻ യഹോവയായ ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു. ബന്ധിക്കപ്പെട്ടവരോട് ഇറങ്ങി വെളിയിൽ പോയിക്കൊള്ളുവീൻ എന്ന് പറയുവാൻ ദൈവത്തിന്റെ ആത്മാവ് യേശുവിന്റെ മേലുണ്ടായിരുന്നു എന്ന് ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുക. ബന്ധിക്കപ്പെട്ടവരെ വെളിയിൽ കൊണ്ടുവരുവാൻ. ശത്രു നിന്നെ കെട്ടിയിട്ടുണ്ടോ? പാപം നിന്നെ ബന്ധിക്കുന്നുണ്ടോ? ലോകത്തിന്റെ മോഹങ്ങൾ നിന്നെ കെട്ടിയിട്ടുണ്ടോ? ഇന്ന് രാത്രിയിൽ അഴിച്ചു കളയുവാൻ യേശു നമ്മുടെ മധ്യയുണ്ട്. ഒരിക്കൽ ലാസറിന്റെ കല്ലറയ്ക്കരികിൽ യേശു നിന്നിട്ട്, ലാസറേ പുറത്തു വരുവീൻ എന്ന് പറഞ്ഞു. അവന്റെ വാക്കിന് ലാസർ പുറത്തു വന്നു. മരിച്ചവൻ, ചീഞ്ഞു നാറിയവൻ യേശുവിന്റെ വാക്കിന് വെളിയിൽ വന്നു. അടുത്തതായി യേശു പറയുന്നു, അവന്റെ കെട്ടുകൾ അഴിപ്പീൻ, അവൻ പൊയ്ക്കൊള്ളട്ടെ. ഇന്ന് രാത്രി വേളയിൽ യേശു നമ്മുടെ മധ്യം നിന്നുകൊണ്ട് നമ്മുടെ കെട്ടുകളെ അടിച്ചു കളവാൻ ആഗ്രഹിക്കുകയാണ്. എത്ര ദൈവമക്കൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ശത്രു നിങ്ങളെ ബന്ധിക്കുന്ന ബന്ധനങ്ങൾ, ശത്രുവായവന്റെ കെട്ടുകൾ അഴിച്ചു മാറ്റുവാൻ യേശു നമ്മുടെ മധ്യത്തിലുണ്ട്. അവനത് അഴിച്ചു മാറ്റട്ടെ. അവന്റെ ദൗത്യമതാ, അവന്റെ പ്രവൃത്തിയതാ. ദൈവവചനം പറയുന്നു, അവൻ കെട്ടുകളെ അഴിച്ച് നമുക്ക് സ്വാതന്ത്ര്യം തരുന്ന ദൈവമാ. ഇന്ന് രാത്രിയിൽ അത് നമ്മുടെ മധ്യേ സംഭവിപ്പാനിടയായി തീരണം. ദൈവത്തിന് സ്തോത്രം. പിശാചിന്റെ ബന്ധനം അടിഞ്ഞുപോയാല് വലിയൊരു സ്വാതന്ത്ര്യമാണ് അവിടെ ഉണ്ടാകുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആ സ്വാതന്ത്ര്യം ജീവിതത്തിൽ അനുഭവിച്ചാൽ എന്തായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? സാത്താൻ ഒരു മനുഷ്യനെ ബന്ധിച്ചാൽ, ആ ബന്ധനത്തിൽ നിന്നുള്ള മോചനം അവന് ലഭിച്ചാൽ, അവന്റെ ജീവിതത്തിൽ അടുത്തതായി ഉണ്ടാകുന്ന അനുഭവം എന്ന് പറയുന്നത് അവൻ യേശുവിനോട് കൂടെ യാത്ര ചെയ്യുവാനിടയാകും. യേശുവിന്റെ പാദത്തിങ്കിൽ ഇരിക്കുവാനിടയായി തീരും. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 35-ാം വാക്യം നാം വായിച്ചു നോക്കുമ്പോൾ ഒരു മനുഷ്യനെ നമുക്കവിടെ കാണാം. അവൻ പാർക്കുന്ന ദേശം ഗദരേന്യരുടെ ദേശം എന്നാണ് പറയുന്നത്. അവനെ കുറിച്ച് പറയുന്ന അല്പം പോലും അവന് സുബോധമുണ്ടായിരുന്നില്ല. എന്നാൽ സാത്താന്റെ കെട്ട് അവനെ വിട്ട് അഴിഞ്ഞുപോയപ്പോൾ അവൻ എന്താണ് സംഭവിച്ചത്? വായിച്ചട്ട് 35-ാമത്തെ വാക്യം. സംഭവിച്ചത് കാണുവാൻ അവർ പുറപ്പെട്ട് യേശുവിന്റെ അടുക്കൽ വന്നു. ഭൂതങ്ങൾ വിട്ടുപോയ
ഭൂതങ്ങൾ വിട്ടുപോയ മനുഷ്യൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും യേശുവിന്റെ കാൽക്കൽ ഇരിക്കുന്നത് കണ്ട് ഭയപ്പെട്ടു. സംഭവിച്ചതറിഞ്ഞു. എന്താ സംഭവിച്ചത്? വലിയൊരു സംഭവമാണ്. ഗദരദേശം എന്ന് പറയുന്ന ഒരു ദേശം. ആ ദേശത്ത് ഒരു കാലത്ത് ആർക്കും നടക്കാൻ കഴിയുകയില്ല. കാരണം അവിടെ ഒരു ഭൂതഗ്രസ്തനായവനുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവനെ ബാധിച്ച ഭൂതം അവനെ ബന്ധിച്ചു. ഏത് നിലയിലും ആർക്കും അവനെ അടക്കുവാൻ കഴിയുന്നില്ല. പാർക്കുന്നത് സെമിത്തേരിയിലായിരുന്നു. കല്ലറകളിൽ പാർത്തുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അവൻ പുറത്തോട്ടിറങ്ങി ചില ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കുക. ഇത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ആ പരിയമ്പറത്തൂടെ ആരും പോകുകയില്ല. ദൈവത്തിന് സ്തോത്രം. രാത്രിയിലും പോകുകയില്ല, പകലും പോകാൻ കഴിയുകയില്ല. സെമിത്തേരി, ശവക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ നട്ടുച്ചയ്ക്ക് പോലും ചിലർക്ക് പോകാൻ ഭയങ്കര ഭയമാ. പിന്നെ സന്ധ്യയായാൽ പിന്നെ പറയുകയും വേണ്ട. അവൻ പാർക്കുന്നത് അവിടെ രാത്രിയെന്നോ പകലെന്നോ ഒരു വ്യത്യാസവും ഇല്ലാതെ അവൻ ശവക്കോട്ടകളിൽ പാർക്കുകയാ. ദൈവത്തിന് സ്തോത്രം. കാരണം ഇവനെ കെട്ടിയിരിക്കുന്ന ഒരു പിശാചുണ്ടായി. ഒരു ദിവസം യേശുനാഥൻ അവിടേക്ക് വന്നു. എല്ലാവരും ഭയപ്പെടുന്ന സ്ഥലത്താണ് യേശു ഇറങ്ങി വരുന്നത്. ആരും പോകാൻ ഇഷ്ടപ്പെടാത്തടത്തു, ആരും പോകാൻ ധൈര്യപ്പെടാത്തടത്തു യേശു ഇറങ്ങി വരും. ഇന്ന് രാത്രിയില് ആ വിഷയത്തിൽ നിന്നൊരു സത്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ആരും സംസാരിക്കാൻ ആഗ്രഹിക്കാത്തതും നിങ്ങളെ കരുതുവാൻ ആർക്കും ഇറങ്ങി വരുവാൻ കഴിയാത്തതുമായ ഏതെങ്കിലും പ്രതിസന്ധിയുടെ നടുക്കടലുകൾ ജീവിതത്തിലുണ്ടോ? ആർക്കും ഇറങ്ങി വരുവാൻ കഴിയുകയില്ലയോ? അവിടേക്ക് നിന്റെ യേശുനാഥൻ ഇറങ്ങി വരൂ. ആർക്കും വരാൻ കഴിയാത്തടത്ത് യേശു വരൂ. ആരും പോകാത്തടത്തൂടെ യേശു കടന്നുപോയി. യേശുവിനെ കണ്ടപ്പോഴേ ഇവൻ അലറാൻ തുടങ്ങി. ഇവരിങ്ങനെ കതച്ച് മറിഞ്ഞ് ഓടി വരികയാ. അവൻ വിളിച്ചു പറഞ്ഞു, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എന്നെ ദണ്ഡിപ്പിക്കരുതെന്ന് പറഞ്ഞു. യേശുവിനോട് ചോദിച്ചു, നീ ആരാ, എവിടുന്നാന്നൊക്കെ ചോദിച്ചപ്പോ അവൻ പറയും, ഞങ്ങൾ ഒരാളിൽ ഒത്തിരി പേരാ. എന്താ പേര്? ലഗ്യോൻ. 6000 ഭൂതം ഒരാളിൽ കയറിയിരിക്കുക. അപ്പൊ മിനിമം ഒരു മനുഷ്യനിൽ 6000 എണ്ണത്തിനൊക്കെ കയറാം. ദൈവത്തിന് സ്തോത്രം. ഒരെണ്ണം കയറിയവന്റെ അവസ്ഥ എത്ര ഭയങ്കരമായിരിക്കും. വേദപുസ്തകത്തില് നമ്പറിട്ട് പിശാചികൾ കയറിയ ചില അവസ്ഥകളെ കുറിച്ച് പറയുന്നുണ്ട്. 7 ഭൂതങ്ങൾ ഒന്നിച്ചു കയറിയ ഒരു മറിയാമ്മയുടെ കഥ വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. 6000 ഭൂതങ്ങൾ കയറിയ ഗദരേന്യരുടെ ദേശത്തുണ്ടായിരുന്ന ഒരു മനുഷ്യൻ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ മിനിമം ഇത്രയൊക്കെ ഒരു മനുഷ്യനിൽ കയറാം. ഒറ്റ മനുഷ്യനിൽ 6000 പിശാചുക്കൾ ഒന്നിച്ചു കയറിയിരിക്കുകയാ. അങ്ങനെ യേശു അവന്റെ മുമ്പിലേക്ക് വന്നു. യേശു പറഞ്ഞു, വിട്ടുപോ. അവനെ വിട്ടുപോകുവാൻ അമർച്ചയായി കൽപ്പിച്ചു. ഭൂതങ്ങൾ പറയുകയാ, ഞങ്ങളെ പാതാളത്തിലേക്കരുത്, എവിടെ വേണേ പൊക്കോ, അവനെ വിട്ടുപോകുവാൻ പറഞ്ഞു. അവനെ വിട്ടുപോയി പന്നികളിലേക്ക് കയറി. പന്നികളെല്ലാം കടുംതൂക്കത്തോടെ ചാടി കടലിൽ ചാടി ചത്തു. സംഭവിച്ചത് കേട്ട് നാട്ടുകാർ ഓടിക്കൂടി. ഇത് കാണാൻ വന്നപ്പോൾ ഭൂതങ്ങൾ വിട്ടുപോയവൻ എന്ന് പറഞ്ഞാൽ സാത്താന്റെ കെട്ടഴിഞ്ഞവൻ വസ്ത്രം ധരിച്ച് സുബോധം പൂണ്ട് യേശുവിന്റെ പാദപീഠത്തിലിരിക്കുന്നു. അവന് പോകാൻ ഇടമില്ല. യേശു എവിടെ പോകുന്നോ അവിടെ ഒക്കെ കൂടെ പോകുക, യേശുവിന്റെ പാദപീഠത്തിലിരിക്കുക. യേശു നിമിത്തമായി ശത്രുവാകുന്ന സാത്താന്റെ കെട്ടുകൾ അഴിയപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ ഒരു തികഞ്ഞ വേർപാടുണ്ടാകും. അവൻ യേശുവിന്റെ പാദപീഠം വിട്ട് വേറെവിടെയും പോവുകയില്ല. അവൻ വസ്ത്രം ധരിച്ചെന്നോ സുബോധം പൂണ്ടുവെന്നും പറയുമ്പോൾ ഈ 2 കാര്യം അവന് മുമ്പുണ്ടായിരുന്നില്ല. അവൻ ജവിളിക്കട എന്ന് പറയുന്ന ഒരു കട ആയുസ്സിൽ കണ്ടിട്ടില്ല. അതിന്റെ ആവശ്യം അവനില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പിന്നെ സുബോധം എന്ന് പറയുന്ന സാധനം അല്പം പോലും അവനുണ്ടായിരുന്നില്ല. എന്നാൽ ഭൂതം വിട്ടുപോയപ്പോൾ അവൻ വസ്ത്രം ധരിച്ചു, സുബോധവും പൂണ്ടു, യേശുവിന്റെ പാദപീഠത്തിൽ ഇരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദുഃഖകരമെന്ന് പറയട്ടെ, നമ്മുടെ ചില ദൈവമക്കളുടെ അവസ്ഥയെന്ന് പറഞ്ഞാല് ഇപ്പോ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ട അഭിഷേകമൊക്കെ കിട്ടി, ആത്മാവിലുള്ള ആരാധനയും സ്വോത്രകാഴ്ചയും ദശാംശവും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടെങ്കിലോ ഇപ്പോ അത്യാവശ്യത്തിന് വസ്ത്രം ധരിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. എന്താണെന്നറിയാമോ? ഭൂതങ്ങൾ വിട്ടുപോയവൻ വസ്ത്രം ധരിച്ചു. ഇപ്പൊ വസ്ത്രമൊക്കെ വേണ്ട എന്ന് വിചാരിക്കുന്ന അവസ്ഥ ഭൂതങ്ങൾ കയറുമ്പോഴുണ്ടാകുന്ന അവസ്ഥയാണ്. അപ്പൊ ആ നിലയിലൊക്കെ പോകുന്നവര് എത്ര എണ്ണം ഉണ്ടെന്ന് മാത്രം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുത്താൽ മതി. ഉണ്ടെന്നുള്ളത് ഉറപ്പാ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആത്മീക വ്യവസ്ഥ വിട്ട്, ദൈവജനത്തിന്റെ വ്യവസ്ഥകളെ വിട്ട്, ദൈവപ്രമാണങ്ങളെ വിട്ട്, ലോകത്തിന്റെ ഭാഷന്റെ പിന്നാലെ, ലോകത്തിന്റെ വേഷത്തിന്റെ പിന്നാലെ ഓടിപ്പോകുന്നവരുടെ ഒക്കെ അകത്ത് ലഗ്യോന്മാര് കയറിയിരിപ്പുണ്ടേ. ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി യേശുവിന്റെ പാദപീഠത്തിൽ വീണിട്ട് പറ, കർത്താവേ, ആ കെട്ടിൽ നിന്ന് എന്നെ അഴിച്ചു കളയണമേ, എനിക്കൊരു സ്വാതന്ത്ര്യം വേണമേ എന്നേറ്റ് പറഞ്ഞാട്ട് ഒരു വേർപെട്ട ജീവിതം യേശു നിമിത്തം ബന്ധനങ്ങൾ അഴിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് അവനൊരു തികഞ്ഞ ഒരു ഉറപ്പുണ്ട്. ഒരു വേർപാടിൻ ജീവിതം
ഇടമുണ്ട് എന്ന് ബൈബിൾ പറയുന്നു. ബൈബിൾ എന്താണ് പറയുന്നത്? അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ, അശുദ്ധമായത് തുടരുതേ. ബൈബിൾ വ്യക്തമായി പറയുന്നു, ഒരു വേർപാടിൻ ജീവിതം ആവശ്യമാ. ദൈവമക്കൾക്ക് ഇതാണ് വേണ്ടത്. സ്നാനപ്പെട്ടാൽ മാത്രം പോരാ, രക്ഷിക്കപ്പെട്ടാൽ പോരാ, അഭിഷേകം പ്രാപിച്ചാൽ പോരാ. വേർപെട്ട ജീവിതം ഈ ലോകത്തിൽ നയിച്ചു കൊള്ളണം. ലോകത്തോട് അനുരൂപരാകരുത്. ബൈബിൾ പറയുന്നു, ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവഹിതമിന്നത് എന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാനിടയായി തീരണം. ശത്രു നമ്മെ തോൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ശത്രു നമുക്കെതിരെ തന്ത്രങ്ങളുമായി നമ്മെ പരാജയപ്പെടുത്തുവാൻ ഇഷ്ടപ്പെടുകയാ. അടുത്തത്, അവൻ നമ്മെ കെട്ടുന്നു, അവൻ നമ്മെ ബന്ധിക്കുന്നു. ശത്രു കെട്ടുമ്പോൾ അത് അഴിപ്പാൻ യേശുവിന് ശക്തിയുണ്ട്. അവന്റെ ഏതുവിധമായ ബന്ധനങ്ങളാണെങ്കിലും അതിനെ അഴിച്ചു കളയുവാൻ നമ്മുടെ കർത്താവിന് ശക്തിയുണ്ട് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അടുത്തതായി നാം നോക്കുമ്പോൾ സാത്താൻ മനുഷ്യ ജീവിതത്തിൽ ചെയ്യുന്ന നാലാമത്തെ കാര്യം, അവൻ മനുഷ്യനെ എപ്പോഴും പരീക്ഷിക്കുന്നവനാണ്. എപ്പോഴും ദുഷ്ടൻ, ശത്രു, ഈ വൈരി. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, ദൈവമേ വൈരികളുടെ നേരെ എനിക്ക് സഹായം ചെയ്യണം. ഇവിടെ മനുഷ്യന്റെ സഹായം സാധ്യമല്ല, ദൈവസഹായം മാത്രമാണ് അവിടെ വേണ്ടത്. ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ പാദപീഠമാണ് അതിന് ശരണം. ഇത് രാത്രിയിൽ നാം നോക്കിക്കൊള്ളണം, ഓർത്തുകൊള്ളണം. ശത്രു ഈ നിലയിൽ പോരാടുന്നുണ്ടോ? പോരാട്ടത്തിൽ വിടുതൽ പ്രാപിപ്പാൻ യേശുവിന്റെ നാമത്തെ ഏറ്റുപറയുക മാത്രമാണ് നമുക്ക് ആശ്രയം. അടുത്തത്, അവൻ നമ്മെ പരീക്ഷിക്കുന്നവനാ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിച്ചോട്ടെ. മത്തായി സുവിശേഷം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. സാത്താനാൽ പരീക്ഷിക്കപ്പെടുവാൻ. സാത്താന്റെ ജോലി എപ്പോഴും പരീക്ഷ എഴുതുക എന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. മറ്റുള്ളവരെ എഴുതിക്കുക. ഇന്നത്തെ PSCയുടെ ചെയർമാനായിട്ടൊക്കെ ഇരിക്കുന്ന ഒരു അവസ്ഥ പോലെയാണ് സാത്താന്റെ ജോലി എന്ന് പറഞ്ഞാൽ എപ്പോഴും പരീക്ഷ ഇങ്ങനെ മുമ്പിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കും. നമ്മളെ പരീക്ഷിക്കുവാൻ സാത്താൻ ഇങ്ങനെ നെട്ടോട്ട് ഓടി നടക്കുക. എപ്രകാരം പരീക്ഷിക്കണം? വേദപുസ്തകത്തിൽ ശത്രുവിനാൽ പരീക്ഷിക്കപ്പെട്ടവരുണ്ടല്ലോ. അയ്യോബ് എന്ന ഭക്തനെ കുറിച്ച് നമുക്കറിയാം. സാത്താൻ ഇങ്ങനെ പരീക്ഷിച്ച് ആദ്യം നന്മകളെല്ലാം പോയി, ആടുമാടുകൾ പോയി, പിന്നെ മക്കൾ പോയി, വീട് പോയി, അവസാന ശരീരത്തിന്റെ ആരോഗ്യം പോയി, സൗന്ദര്യം പോയി. എല്ലാം ഇങ്ങനെ പരീക്ഷിക്കുവാൻ സാത്താൻ നിൽക്കുകയാണ്. നമ്മുടെ മുമ്പിലും അവൻ നിൽക്കുന്ന പരീക്ഷകനായിട്ടാ ദൈവത്തിന്റെ വചനം പറയുന്നത്. ആ യേശു മരുഭൂമിയിലേക്ക് പോയി സാത്താനാൽ പരീക്ഷിക്കപ്പെടുവാൻ. ദൈവത്തിന് സ്തോത്രം. പരീക്ഷ എന്നുള്ളത് ദൈവം അനുവദിക്കുന്ന ചിലതുണ്ട്. എന്നാൽ ശത്രുവായ സാത്താൻ വൈരിയായി നിന്ന്, പ്രതിയോഗിയായി നിന്ന് മനുഷ്യന്റെ മുൻപിൽ എപ്പോഴും പരീക്ഷകൾ കൊണ്ടുവരുന്നു. അവന്റെ ഒരു ജോലിയാണത്. ദൈവത്തിന് സ്തോത്രം. യേശുവിനെ കുറിച്ച് നാം വായിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 3, 5, 8 വാക്യങ്ങൾ വായിച്ചു നോക്കിയാൽ 3 വ്യത്യസ്ത അവസ്ഥകളിൽ സാത്താൻ യേശുവിനെ പരീക്ഷിച്ചു. ആദ്യമായി ഉപവാസം കഴിഞ്ഞ് വരുമ്പോൾ ഒരു കല്ലും കൊണ്ട് യേശുവിന്റെ അടുക്കിലേക്ക് വന്നിട്ട് പറയുക, നീ ദൈവപുത്രനല്ലേ, ഈ കല്ലൊന്ന് അപ്പമാക്കി. നമ്മൾ വല്ലതും ആയിരുന്നേ അന്നേരം അത് വെള്ളയപ്പമാക്കി നമ്മൾ കഴിച്ചേനെ. ദൈവത്തിന് സ്തോത്രം. യേശു അത് ചെയ്തത് നിന്റെ ദൈവമായ യഹോവയുടെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടൊക്കെ ജീവിക്കണം, അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വചനം കൊണ്ട് ജീവിക്കണം എന്ന് പറഞ്ഞു. സാത്താൻ മാറി നിന്നു. അല്പം കഴിഞ്ഞപ്പോൾ ഇവരെ ഒരു ദേവാലയത്തിന്റെ ഗോപുരത്തിന്റെ അഗ്രത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയിട്ട് പറയുക, അവിടുന്ന് താഴോട്ടൊന്ന് ചാടിക്കാട്ട്, അടുത്ത ഒളിമ്പിക്സിന് ഞാൻ കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞ് സാത്താൻ യേശുവിനെ ഗോപുരത്തിന്റെ അഗ്രത്തിൽ നിർത്തി ചാടിയാട്ട്. എന്നിട്ട് പിശാചിന് നമ്മേക്കാൾ വചനം അറിയാം. അവൻ പറയുക, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകത്തില്ലെന്നും നിന്നെ താങ്ങിക്കൊള്ളാമെന്നും വചനമുണ്ടല്ലോ. യേശു മറ്റൊരു വചനം അവനെതിരെ എടുത്ത് പ്രയോഗിപ്പാനിടയായി തീർന്നു. നിന്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത്. സാത്താൻ അല്പം കൂടെ മാറി നിന്നു. അല്പം കഴിഞ്ഞ് ആലോചിക്കുക എന്താണ് ചെയ്യേണ്ടത്. ഒരു വൻമലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിന്റെ എല്ലാം കാണിച്ചു, എല്ലാ സൗഭാഗ്യങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ആദ്യം ചെന്നൈ പട്ടണം കാണിച്ചു, പിന്നെ ബാംഗ്ലൂർ സിറ്റി കാണിച്ചു, പിന്നെ അത് ഏൽക്കുന്നില്ല എന്നറിഞ്ഞപ്പോൾ മുംബൈ പട്ടണം ഒന്ന് കാണിച്ചു നോക്കി, അതും പറ്റുന്നില്ല എന്നറിഞ്ഞപ്പോൾ സൗദി അറേബ്യ കാണിച്ചു, പിന്നെ ദോഹ ഒന്ന് കാണിച്ചു നോക്കി, അതുകൊണ്ട് ഒന്നും നടക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ മലേഷ്യ കാണിച്ചു, പിന്നെ സിംഗപ്പൂര്, അതുകൊണ്ടും പറ്റുന്നില്ല. എന്നാൽ ഇംഗ്ലണ്ട് കാണിക്കുക, അതിൽ വെക്കുന്നില്ല. എന്നാൽ ഇനി ഓസ്ട്രേലിയ കാണിക്കുക, അതിലും പറ്റുന്നില്ല. അമേരിക്ക കാണിക്കുക, അല്ല അമേരിക്ക എന്ന് കേൾക്കുമ്പോഴേ ഒന്ന് തരിയൊരു തലകറക്കൂ, ഒന്ന് വീണുപോയാൽ കൊള്ളാമെന്നൊക്കെ ആഗ്രഹം. എല്ലാം അങ്ങ് കാണിച്ചിട്ട് പറയാ ഇതൊക്കെ എന്റേതാ. ദൈവത്തിന് സ്തോത്രം. ഈ കാണുന്ന കണ്ടോ, അവിടെ കിടക്കുന്നുണ്ടോ, ഇവിടെ കിടക്കുന്നുണ്ടോ, എല്ലാം എന്റേതാ, എല്ലാം ഞാൻ നിനക്ക് തരാൻ പോവുകയാ. നമ്മളോടെങ്ങാണ് എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ സാത്താൻ വീഴാൻ പറയുന്നതിന് മുമ്പ് നമ്മൾ വീണ് സാത്താന്റെ കാലെ കെട്ടിപ്പിടിച്ചിട്ട് വേണ്ടതൊക്കെ ചെയ്തോളാമെന്ന്, ആയുസ് മുഴുവൻ ചെയ്തോളാമെന്ന് പറഞ്ഞേനെ. എന്നാൽ അവസാനം പറയും ഇതൊക്കെ തരാം, പക്ഷേ ഒന്ന് വീഴണം, ഒറ്റ പ്രാവശ്യം വീണ് എന്നെ ഒന്ന് നമസ്കരിക്കണം. യേശു പറയുക, നിന്റെ ദൈവമായ കർത്താവിനെ അല്ലാതെ മറ്റാരെയും വീണ് നമസ്കരിക്കരുത്. സാത്താൻ അവനെ
അവനെ വിട്ടോടിപ്പോയി. ദൈവത്തിന് സ്തോത്രം. പിശാചിന്റെ ജോലി എപ്പോഴും പരീക്ഷിക്കുക എന്നുള്ളതാണ്. അവനൊരു പരീക്ഷകനാ. ദൈവത്തിന് സ്തോത്രം. ഉപായങ്ങൾ കൊണ്ടുവരും, വലിയ സൂത്രങ്ങളും തന്ത്രങ്ങളും ഒക്കെ കൊണ്ടുവരും. ഒരിക്കല് ഇംഗ്ലണ്ടിൽ കന്യൂട്ട് എന്ന് പറയുന്ന ഒരു രാജാവുണ്ടായിരുന്നു. അന്നവിടെ ഭരണം നടത്തിയിരുന്ന എഡ്മണ്ട് എന്ന് പറയുന്ന ഒരു രാജാവിനെ വധിക്കുവാൻ ഈ കന്യൂട്ട് രാജാവിന്റെ പ്രതിയോഗിയായിരുന്നു എഡ്മണ്ട് രാജാവ്. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, എഡ്മണ്ട് രാജാവിനെ കൊല്ലുന്നവന് ഇംഗ്ലണ്ടിൽ ഏറ്റവും വലിയ പദവി ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞു. വലിയ സന്തോഷം തോന്നി ഒരുത്തൻ ഉപായത്തിൽ പോയി എഡ്മണ്ട് രാജാവിനെ വധിച്ചിട്ട് കന്യൂട്ട് രാജാവിന്റെ അടുക്കൽ വന്നപ്പോൾ രാജാവ് പ്രതിഫലം ചോദിച്ചു. ഞാൻ അങ്ങ് പറഞ്ഞത് ചെയ്തല്ലോ, പ്രതിഫലം തരണമെന്ന് പറഞ്ഞു. അപ്പോൾ പുറത്തേക്ക് അവനെ വിളിച്ചുകൊണ്ടുപോയിട്ട് ഏറ്റവും ഉയരമുള്ള ഒരു കഴിമരം കാണിച്ചിട്ട് പറഞ്ഞു, ഇവനെ അതിൽ തൂക്കിക്കൊന്നേക്കാൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. കൊടുക്കുന്ന പ്രതിഫലം ഇതാ. ശത്രു ഇതുപോലെ വലിയ ഉപായം പറയും, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം, നിന്നെ ഏറ്റവും ഉയർത്താം, ഇവിടെ കൊണ്ടുപോകാം, അവിടെ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ് പലതും കാണിച്ച് അനുഗ്രഹത്തിൽ തട്ടി പലരും വീണുപോകും. അവസാനം കഴിമരത്തിൽ കയറ്റി നമ്മെ അവൻ നശിപ്പിച്ചു കളയും. വളരെ നാം ശ്രദ്ധിച്ചു കൊള്ളണം. ശത്രു കൊണ്ടുവരുന്ന മോഹന വാഗ്ദാനങ്ങൾ നാം സ്വീകരിക്കുന്നത് ജ്ഞാനത്തോടെ ആയിരിക്കണം. ഒരിക്കൽ വെല്ലിംഗ്ടൺ പ്രഭു ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധിപനായി വെല്ലിംഗ്ടൺ പ്രഭു ഇരിക്കുമ്പോൾ ഒരു മനുഷ്യൻ പെട്ടെന്ന് കൊട്ടാരത്തിലേക്ക് വന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, പ്രഭു, ഒരു വലിയ വസ്ത്രം കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെല്ലിംഗ്ടൺ പ്രഭു ചോദിച്ചു, എന്താണ് നീ കൊണ്ടുവന്നിരിക്കുന്നത്? ഇത് ധരിച്ചാൽ വെടിയുണ്ടേൽക്കില്ല, ബുള്ളറ്റ് പ്രൂഫാണ്. ദൈവത്തിന് സ്തോത്രം. വെല്ലിംഗ്ടൺ പ്രഭു എന്തെന്ന് പറഞ്ഞു പറയും, ആദ്യം നീ അതൊന്ന് ഇടാൻ പറഞ്ഞു. എന്നിട്ട് അടുത്ത് നിന്ന് പട്ടാളക്കാരോട് പറഞ്ഞു, ഉണ്ട നിറച്ചൊരു തോക്കും കൊണ്ടുവരാൻ പറഞ്ഞു. ഇവൻ ഉടുപ്പ് ഊരിയിട്ട് ജീവനും കൊണ്ട് പൊക്കളഞ്ഞു. രാജാവിനെ കളിപ്പിക്കാൻ വന്നതാ, പ്രഭുവിനെ പറ്റിക്കാൻ വന്നതാ. വെല്ലിംഗ്ടൺ പ്രഭു ബുദ്ധിമാൻ. അദ്ദേഹം പറഞ്ഞു, ആദ്യം ഇവനെ ഒന്ന് വെടിവെച്ച് നോക്കാം. അവൻ അതുകൊണ്ട് ജീവനും കൊണ്ട് പൊക്കളഞ്ഞു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ശത്രു ഇങ്ങനെ പരിശോധനകളുമായി നമുക്ക് പലതും തരാമെന്നൊക്കെ പറഞ്ഞ് ഓടി വരുമ്പോ കൈനീട്ടി എല്ലാം അങ്ങ് സ്വീകരിക്കരുത്. ചിലർക്ക് ഓഫർ ലെറ്റർ ഒക്കെ വന്നു കഴിഞ്ഞാൽ ആരോടും ചോദിക്കത്തില്ല, നടത്തിപ്പാരോടും ചോദിക്കത്തില്ല, പ്രാർത്ഥിക്കുന്നവരോടും ചോദിക്കത്തില്ല. ഓഫർ ലെറ്റർ സൈൻ ചെയ്ത് എഗ്രിമെന്റ് ചെയ്ത് കൊടുക്കുകയാ. പിന്നെ അവസാനം ഓഫറും ഇല്ല, ലെറ്ററും ഇല്ല, ഓഫറിൽ പറഞ്ഞതും കിട്ടാതെ വരുമ്പോ ഫോൺ വിളിച്ച്, അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കണം, വലിയ കഷ്ടത്തിലായി ഇപ്പൊ പോകുന്നത്, ദൈവനാമത്തിൽ ഒന്ന് പ്രാർത്ഥിച്ച് സഹായിക്കണം, സഭയിലും ഒന്ന് പറഞ്ഞേക്കണം, ഇന്ന് രാവിലെ ഉപവാസ പ്രാർത്ഥനയില്ല, അതിലൊന്ന് പറഞ്ഞേക്കണം. ഇവൻ ആഴ്ച ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരത്തുമില്ല, ആരോടും പ്രാർത്ഥിക്കാൻ പറയത്തുമില്ല. ആകപ്പാടെ വട്ടം കറങ്ങി ഇപ്പൊ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായപ്പോ പറയാ, ദൈവദാസനെ ചൊവ്വേ പ്രാർത്ഥിക്കണം, ഇല്ലേ ഞാൻ കറങ്ങിപ്പോ. അവന്റെ കറക്കം ഒരിക്കലും തീരത്തില്ല, അവൻ കറങ്ങിക്കൊണ്ടേയിരിക്കും. ദൈവത്തിന് സ്തോത്രം. ശത്രു മോഹന വാഗ്ദാനങ്ങൾ കൊണ്ടിങ്ങനെ വീശി വീശി കാണിക്കുമ്പോ പ്രാർത്ഥിച്ചു നോക്കണം. അപ്പോഴാണ് നമുക്ക് തെളിവായി അറിയുവാൻ സാധിക്കുന്നത് ഈ പരീക്ഷയിൽ വിടുതൽ പ്രാപിപ്പാനുള്ള മാർഗമെന്താ. മത്തായി സുവിശേഷം 26-ാം അധ്യായം 41-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഈശോ മശിഹ ഒരു വാഗ്ദത്തം പോലെ ഒരു സത്യം നമ്മോട് വിളിച്ചു പറഞ്ഞു. വായിച്ചാട്ട് 26:41 വാക്യം. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഉറക്കം കളഞ്ഞ് രാത്രി ഒരു കടുങ്കാപ്പിയെ കുടിച്ച് ഉറങ്ങാതെ ഇങ്ങനെ പ്രാർത്ഥിക്കുക എന്നാണോ ഇംഗ്ലീഷിൽ പറയുന്നത്? വാച്ച് ആൻഡ് പ്രേ. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ സാഹചര്യങ്ങളെ കണ്ടുണരണം. എന്താ ഇവിടെ സംഭവിക്കുന്നത്? ചുറ്റുപാടുകളിൽ എന്താണ് ഉണ്ടാകുന്നത്? എന്റെ മുൻപിൽ എന്ത് സംഭവിക്കുന്നു? ലോകം ഇന്ന് എവിടെ നിൽക്കുന്നു? എന്റെ മുൻപിൽ പ്രതിയോഗി എങ്ങനെ പെരുമാറുന്നു? ഈ സാഹചര്യങ്ങളെ ഒക്കെ കണ്ടുണർന്ന് പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. അല്ല ഉറക്കം വിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല ഇതിന്റെ അർത്ഥം. ഉറക്കം വിട്ട് ഉണർന്നിരിക്കുകയല്ല, സാഹചര്യങ്ങളെ കണ്ടുണർന്ന് ദൈവസന്നിധി ഇരുന്ന് പ്രാർത്ഥിക്കുവാനിടയായി തീരണം. ദൈവത്തിന് സ്തോത്രം. യേശു പറയുക, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്ന് ഇരുന്ന് പ്രാർത്ഥിക്കണം. പരീക്ഷകനായി ശത്രു വരുമ്പോ ആ പരീക്ഷയിൽ വിടുതൽ പ്രാപിപ്പാൻ എന്താണ് മാർഗം? യേശു പറയുക, പ്രാർത്ഥിക്കണം, നന്നായി പ്രാർത്ഥിക്കണം, നല്ല പ്രാർത്ഥനാ ജീവിതം ഉണ്ടാകണം. ഇന്ന് ദൈവസഭകളിൽ കുറഞ്ഞു പോകുന്ന ഒരവസ്ഥ അതാകുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ കുറവാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കൽ ഞാനൊരു സ്ഥലത്തായിരിക്കുന്ന സമയത്ത് ഒരാൾ വിശ്വാസ വീട്ടിൽ വന്നു. ആദ്യം ഒരു സഹായം ചോദിച്ചാ വന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ ഭാവം മാറി. ബൈബിൾ എടുത്ത് തർക്കിക്കാമെന്ന് പറഞ്ഞു. വേദോസമൊക്കെ എടുത്ത് വായിച്ചിട്ട് അദ്ദേഹം പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഞാൻ എന്ത് പറഞ്ഞിട്ടും അദ്ദേഹത്തിനും പറ്റുന്നില്ല. ഞാൻ അദ്ദേഹവുമായിട്ട് പറഞ്ഞതായാലും നമ്മൾ തർക്കിക്കേണ്ട, ഇതിന് നീതിയോട് നമുക്ക് ഉത്തരം തരുന്ന ഒരു ദൈവമുണ്ട്, വാ നമുക്കൊന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ആരാധന ഹാളിലേക്ക് പോയി. അവിടെ പായൊന്നും ഇട്ടിരുന്നില്ല. ഞാൻ ആ കയറ്റുവായിലോട്ട് മുട്ടയിൽ നിന്നു. അദ്ദേഹത്തോടും പറഞ്ഞു, പുള്ളി ആദ്യമായിട്ടാണ് കയറ്റുവാ കാണുന്നത്. കയറ്റുവായിലോട്ടും ഒന്ന് ഇരുന്ന് നോക്കി പറ്റുന്നില്ല, ചരിഞ്ഞിരുന്ന് നോക്കി പറ്റുന്നില്ല, മുട്ടയിൽ നിന്ന് നോക്കി ഒന്നും പറ്റുന്നില്ല. ഞാനിങ്ങനെ ശ്രദ്ധിച്ചു പ്രാർത്ഥിച്ചു സ്തോത്രം ചെയ്തുകൊണ്ടേയിരുന്നു. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തർക്കവും വേണ്ട, വാദവും വേണ്ട, ആള് ജീവനും കൊണ്ട് പൊക്കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പലർക്കും പലതും ചെയ്യാം. തർക്കിക്കാനാണെങ്കിൽ 3 ദിവസം സംവാദം നടത്താം. പക്ഷേ 10 മിനിറ്റ് ഇരുന്ന് പ്രാർത്ഥിക്കാൻ പലരെ കൊണ്ടും കഴിയുകയില്ല.
ബൈബിൾ പറയുക, യേശു പറയുക, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. പരീക്ഷകൻ വിട്ടുപോയിക്കോളൂ, ശത്രു നമ്മെ വിട്ടോടിപ്പോയിക്കോളൂ. അതിനാവശ്യം പ്രാർത്ഥനയാ. ഇന്ന് രാത്രി ഞാൻ ചോദിക്കുകയാ, ദൈവമക്കളെ, നമ്മുടെ വീട്ടിൽ പ്രാർത്ഥനയുണ്ടോ? വിശ്വാസികളുടെ വീടുകളിൽ കുടുംബ പ്രാർത്ഥനയുണ്ടോ? നമുക്കറിയാമല്ലോ, ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഒരിക്കൽ പറഞ്ഞു, ദിവസത്തിന്റെ താക്കോൽ പ്രാർത്ഥനയായിരിക്കണം. ദിവസത്തിന്റെ പ്രഭാതത്തിന്റെ താക്കോൽ പ്രാർത്ഥനയാണ്. അടുത്തത് സായാഹ്നത്തിന്റെ ഓടാമ്പൽ പ്രാർത്ഥന. അദ്ദേഹം മാനസാന്തരപ്പെട്ട ആളല്ല, രക്ഷിക്കപ്പെട്ട യേശുവിന്റെ കൽപ്പന അനുസരിച്ച് സ്നാനമേറ്റ ആളൊന്നുമല്ല. പക്ഷേ അദ്ദേഹം ഒരു ഭക്തനായിരുന്നു, ഒരു നല്ല ജ്ഞാനിയായിരുന്നു. അദ്ദേഹം പറയുക, പ്രഭാതത്തിന്റെ താക്കോൽ എന്ന് പറഞ്ഞാൽ ദിവസം തുറക്കേണ്ടത് പ്രാർത്ഥന കൊണ്ടാണ്. ഒരു ദിവസം പ്രാർത്ഥിച്ച് തുറക്കുന്ന എത്ര പേരുണ്ട്? രാവിലെ എഴുന്നേറ്റ് കട്ടൻ കാപ്പി എന്ന് പറഞ്ഞാൽ എഴുന്നേക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയോടുകൂടി സായാഹ്നം ഓടാമ്പലിടണം. ദിവസം അവസാനിപ്പിക്കുന്നത് പ്രാർത്ഥിച്ച് മയങ്ങുന്ന എത്ര പേരുണ്ട്? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രാർത്ഥനയോടെ വിശ്രമിക്കുക, പ്രാർത്ഥനയോടെ ആരംഭിക്കുക. ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു അടിസ്ഥാന തത്വമായിരിക്കണം. ദൈവസഭയിൽ കാണപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥകളിൽ ഒന്ന് ഈ പ്രാർത്ഥനയായിരിക്കണം. എന്തിനെന്നറിയാമോ? പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. പരീക്ഷകനുണ്ട് കേട്ടോ, ശത്രുണ്ട്. ഇതൊക്കെ കേട്ടോണ്ട് അവൻ നിൽക്കുകയാ. ദൈവമക്കൾ ആത്മാവിൽ ഇത് അറിഞ്ഞുകൊള്ളണം. നന്നായി പ്രാർത്ഥിക്കണം, ആത്മാവിൽ പ്രാർത്ഥിക്കണം, ദൈവശക്തിയാൽ നിറഞ്ഞ് പ്രാർത്ഥിക്കണം. ശത്രു നമ്മെ പരീക്ഷിക്കുവാൻ മുൻപിൽ നിൽക്കുമ്പോൾ ദൈവവചനം പറഞ്ഞു ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ആത്മാവൊരുക്കമുള്ളത് ജഡമോ ബലഹീനം. ദൈവത്തിന് സ്തോത്രം. ആത്മാവിൽ പ്രാർത്ഥിക്കണം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ആത്മാവിൽ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കണം. ഒരു യാത്രയ്ക്കായി നാം പുറപ്പെടുമ്പോൾ ദൈവമക്കൾ പ്രാർത്ഥനയോടെ പുറപ്പെടണം. ദൈവത്തിന് സ്തോത്രം. ആ യാത്രയിൽ ദൈവം നിങ്ങളെ സൂക്ഷിക്കുമല്ലോ. ദൈവത്തിന് സ്തോത്രം. ഒന്ന് രണ്ടാഴ്ചകൾക്ക് മുമ്പ് തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് ദുബായിലേക്ക് ഒരു എമിറേറ്റ്സിന്റെ ഫ്ലൈറ്റ് കടന്നുപോയി. അവിടെ ചെന്നത് ലാൻഡ് ചെയ്യുവാൻ നോക്കുമ്പോൾ അതിന്റെ ലാൻഡിംഗ് വീൽ ഓപ്പൺ ആവുന്നില്ല. ഫ്ലൈറ്റ് ഇറക്കിയേ മതിയാകൂ, പറന്നു പോകുവാൻ കഴിയുന്നില്ല. ഫ്ലൈറ്റ് റൺവേയിൽ അത് ഇടിച്ചിറക്കിയപ്പോൾ അതിന് മുൻഭാഗം തീ കൊണ്ട് കത്തി. ഏതാണ്ട് 282 യാത്രക്കാരും 18 ക്രൂസുമായിട്ട് അവിടേക്ക് ആ ഫ്ലൈറ്റ് ഇടിച്ചിറക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ഈ സംഭവം പറഞ്ഞിട്ട് നമ്മുടെ ഒരു വിശ്വാസിയോട് ഒരു ഇസ്ലാമിക സഹോദരൻ പറഞ്ഞു, ഈ സംഭവം അറിഞ്ഞ ഉടനെ പറയുക, അയ്യോ, ആ ഫ്ലൈറ്റിൽ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ മക്കൾ ആരോ ഉണ്ടായിരുന്നു, അതാണ് അങ്ങനെ സംഭവിച്ചത്. ഒരു വ്യക്തി പോലും നഷ്ടപ്പെടാതെ അവർ സൂക്ഷിക്കപ്പെട്ടതിന്റെ കാരണം അതല്ലേ? നമ്മുടെ വിശ്വാസികളിൽപ്പെട്ട ഒരു കുടുംബം അതിനകത്തുണ്ടായിരുന്നു. അവർ അവസാനം പ്രാർത്ഥിച്ചു, സ്തോത്രം ചെയ്തു, അവർ ഹല്ലേലൂയ പറഞ്ഞു, അവർ സാക്ഷ്യം പറയുക, വിശുദ്ധന്മാർ ഞങ്ങളെ സൂക്ഷിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു വിട്ടു. ഗൾഫിലിരിക്കുന്നവര് അവരും പ്രാർത്ഥിച്ചു, കർത്താവേ വഴിയിൽ അവരെ സൂക്ഷിക്കണമേ. ഈ പ്രാർത്ഥനയാണ് പ്രിയരെ നമ്മെ കാക്കുന്നത്. അനർത്ഥം നമ്മുടെ മുൻപാകെ വ്യസനത്തിന് കാരണമായി തീരാതിരിക്കേണ്ടതിന് എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, പ്രാർത്ഥനയോടെ നിങ്ങൾ യാത്ര ചെയ്തു കൊള്ളുവി. ആത്മാവിൽ പ്രാർത്ഥിക്കണം. ഇനി എങ്ങനെയാണ് നാം പ്രാർത്ഥിക്കേണ്ടത്? അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ദൈവവചനം പറയുന്നു. വായിച്ചാട്ട് 1:14 വാക്യം. യേശുവിന്റെ അമ്മയായ മറിയയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു. ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കണം. ദൈവസഭയുടെ പ്രാർത്ഥന, ദൈവമക്കളുടെ പ്രാർത്ഥന ഒരുമനപ്പെട്ടുള്ള. എന്റെ അർത്ഥം എന്താ? ഒറ്റ മനസ്സായിരിക്കണം. കുടുംബത്തിൽ 5 പേരുണ്ടെങ്കിൽ 50 മനസ്സാകരുത്. ദൈവത്തിന് സ്തോത്രം. ചില വീടുകളിലെ പ്രാർത്ഥന അങ്ങനെയാ. പ്രാർത്ഥനയ്ക്കൊക്കെ വന്നിരിക്കും, ആദ്യം പാട്ടൊക്കെ പാടി യേശു നല്ലവൻ എന്നൊക്കെ പാടി തുടങ്ങും, യഹോവ എന്റെ ഇടയിൽ നിന്ന് വായിച്ചു തുടങ്ങും. അവസാനം പ്രാർത്ഥന തീരുന്നതിനും ഭർത്താവ് വഴക്കുണ്ടാക്കി എഴുന്നേറ്റ് പോകും, ഭാര്യ അതിൽ എഴുന്നേറ്റ് പോകും, പിള്ളേർ അവിടെ ഇരുന്ന് കരയും. അങ്ങനെയൊക്കെയാ ചില വീടുകളിലെ പ്രാർത്ഥന. കുടുംബ പ്രാർത്ഥനകൾ ഉണ്ടാകട്ടെ. ആ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കണം. ഒരേ മനസ്സിൽ സഭകൾ കൂടിയിരുന്ന ഒരേ മനസ്സിൽ പ്രാർത്ഥിക്കണം. 55-ാം സങ്കീർത്തനം 17-ാം വാക്യം സങ്കീർത്തനക്കാരൻ പറയുക, ഞാൻ സങ്കടം ബോധിപ്പിച്ച് രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും എന്റെ സങ്കടം ബോധിപ്പിച്ച് ഞാൻ കരയും. അടുത്ത് വായിച്ചാട്ടെ. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. അവൻ എന്റെ പ്രാർത്ഥന കേൾക്കും. എന്നെ കേൾക്കും ദൈവമക്കളെ, നിങ്ങളുടെ സങ്കടങ്ങൾ ദൈവസന്നിധിയിൽ വന്നിരുന്ന് ബോധിപ്പിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കണം. ഹന്ന എന്ന സ്ത്രീ യഹോവയുടെ ആലയത്തിൽ വന്നു. അവളുടെ ചുണ്ടുകൾ അനങ്ങി. ഏലിയോയ്ക്കുക, നീ എത്രത്തോളം ഇങ്ങനെ മത്തുപിടിച്ചിരിക്കും? അവൾ പറയുക, യജമാനേ, ഞാൻ മനോവ്യസനമുള്ള സ്ത്രീയാ, എന്റെ ഹൃദയത്തെ ഞാൻ പകരുകയാ. ഒരു ദൈവപൈതൽ ദൈവസന്നിധി ഇരുന്ന് അവന്റെ സങ്കടങ്ങളെ ബോധിപ്പിച്ചവൻ കരയണം. അപ്പോൾ അവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. ഇയ്യോബിന്റെ പുസ്തകം 22-ാം അധ്യായം 23-ാം വാക്യവും അതിന്റെ 27-ാം വാക്യവും നാം വായിച്ചു നോക്കിയാൽ അവിടെ ഇപ്രകാരം പറയുന്നു, പ്രാർത്ഥന കേൾക്കണമെങ്കിൽ നാം ഒരു കാര്യം ചെയ്യണം. നിന്റെ വീട്ടിൽ നിന്ന് വായിച്ചാട്ട് 23-ാം വാക്യം. സർവശക്തിയിലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും. അടുത്തത്, നീതികേട് നിന്റെ കൂടാരങ്ങളിൽ
അകറ്റിക്കളയും. ഇനി 27-ാം വാക്യം. നീ അവനോട് പ്രാർത്ഥിക്കും, അവൻ നിന്റെ പ്രാർത്ഥന കേൾക്കും, നീ നിന്റെ നേർച്ചകളെ കഴിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സർവശക്തങ്ങളിലേക്ക് തിരിയണം. അടുത്തത് നീതികേട് കൂടാരങ്ങളിലൊക്കെ നീക്കണം. ചിലരുടെ കൂടാരങ്ങളിൽ നീതി ഇല്ല, നീതികേട് മാത്രം, നീതിക്ക് കേട് പിടിച്ചിരിക്കുകയാണ്. അതൊക്കെ എടുത്തു മാറ്റണം. നീതികേട് കൂടാരങ്ങളിൽ നിന്ന് മാറ്റണം. ദൈവത്തിന്റെ മുൻപാകെ ചെയ്യേണ്ട നീതി അത് ചെയ്യുവാൻ കഴിയാറ് നീതികേടായി ജീവിക്കുകയാണോ, അത് കൂടാരങ്ങളുടെ എടുത്തു മാറ്റിക്കളയണം. ദൈവവ്യവസ്ഥയ്ക്ക് വിരോധമായത് ഒന്നും ഭവനങ്ങളിൽ ഉണ്ടാകരുത്. ആവശ്യമില്ലാത്ത ഒന്നും ഒരു ഭവനത്തിനും ഉണ്ടാകല്ലേ. ദൈവമക്കളുടെ ഭവനോ അതൊരു സിനിമാ തിയേറ്ററായി മാറല്ലേ. ദൈവമക്കളുടെ ഭവനോ സീരിയൽ നടക്കുന്ന ശാലയായി മാറല്ലേ. ദൈവമക്കളുടെ ഭവനങ്ങൾ സിനിമാ ഗാനങ്ങൾ കേൾക്കുന്ന ഒരു ശാലയായി മാറല്ലേ. നീതികേട് കൂടാരങ്ങളെ വിട്ടുമാറ്റ്. നീ എന്നോട് പ്രാർത്ഥിക്കും, ഞാൻ നിന്റെ പ്രാർത്ഥന കേൾക്കുവാനിടയായി തീരും. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ പറഞ്ഞു പോയാൽ ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ട്. പ്രാർത്ഥനയാണ് പരീക്ഷകളുള്ള വിടുതലിന് ഏകമാർഗം. ശത്രു പ്രതിയോഗിയായി അവൻ പരീക്ഷകനായി നിൽക്കുന്നു. വിടുതൽ പ്രാപിപ്പാനുള്ള ഏകമാർഗം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെ ഒരു പ്രാർത്ഥനാ ജീവിതം നമുക്കുണ്ടാകുമ്പോൾ ആ പ്രാർത്ഥനയിലൂടെ ശത്രുവിനെ നമുക്ക് ജയിക്കാം. അവൻ ഭൂതലത്തെ തെറ്റിക്കുന്നവനാണ്. അവൻ ഉപായത്താൽ തന്ത്രത്താൽ മനുഷ്യനെ തോൽപ്പിക്കുന്നവനാണ്. അവൻ മനുഷ്യരെ ബന്ധിക്കുന്നവനാണ്. മാത്രമല്ല സാത്താൻ മനുഷ്യനെ എപ്പോഴും പരീക്ഷിക്കുന്നവനാണ്. എന്താണ് വിടുതലിനുള്ള മാർഗം? പ്രാർത്ഥനാ ജീവിതം ഉണ്ടാകണം. ദൈവകൽപ്പന അനുസരിക്കുന്നവരാകണം. ദൈവവഴികൾ നടക്കുന്നവരാകണം. തിരുവെഴുത്തിനെ അറിയണം, ദൈവശക്തിയെ അറിയണം. അപ്പോൾ മാത്രമേ വിടുതൽ പ്രാപിപ്പാൻ കഴിയൂ. നാം വായിച്ച കുറിവാക്യത്തിലേക്ക് വരുമ്പോൾ, യഹോവേ വൈരിയുടെ നേരെ എനിക്ക് സഹായം ചെയ്യണമേ. ഇപ്പോൾ തന്നെ സമയം ഏറെക്കുറെ തീർന്നു കഴിഞ്ഞു. അതിന്റെ അവസാന ഭാഗങ്ങൾ ഓർപ്പിച്ച് ഞാൻ വേഗത്തിൽ എന്റെ വാക്കുകൾ ചുരുക്കുകയാ. വൈരിയുടെ നേരെ എനിക്ക് സഹായം ചെയ്യണം. ആരാണ് നമ്മുടെ വൈരി? ഒന്ന്, മനുഷ്യന്റെ നിത്യവൈരി സാത്താനാകുന്നു. ഇനി അപ്പോസ്തലനായ പൗലോസിന്റെ ഭാഷയില് മനുഷ്യന്റെ മുൻപിൽ ഒരു ഒടുക്കത്തെ ശത്രു ഉണ്ടെന്ന് പറയുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 54-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഒടുക്കത്തെ ശത്രുവായി മരണം നീങ്ങിപ്പോകും. വായിച്ചട്ട വാക്യം 15-50. ഒടുക്കത്തെ ശത്രുവായി മരണം നീങ്ങിപ്പോകും. അവൻ സകല ശത്രുക്കളെയും കാൽക്കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. ഒടുക്കത്തെ ശത്രുവായി മരണം നീങ്ങിപ്പോകും. ഒടുവിലത്തെ ശത്രുവായി മരണം നീങ്ങിപ്പോകും. മനുഷ്യന്റെ ജീവിതത്തില് ഏറ്റവും ഒടുവിൽ ശത്രുവായി വരുന്നത് മരണമാണ്. മരിച്ചു കഴിഞ്ഞ ഒരാൾക്ക് പ്രത്യേകിച്ച് പോരാട്ടങ്ങളോ വഞ്ചനയോ ഉപായമോ പരീക്ഷയോ ശോധനയോ ഒന്നുമില്ല. മരണം സംഭവിക്കാത്തതുകൊണ്ടാണ് പോരാട്ടമുള്ളത്. ഈ ലോകത്തിൽ ഇപ്പോഴത്തെ നമ്മുടെ ആയുസ് നമ്മൾ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഈ ജീവിതത്തിൽ പരിശോധനകളുണ്ട്, പോരാട്ടങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ജീവിതത്തെ വാഴുവാനിടയായി തീരും. എന്നാൽ മരിച്ചു കഴിഞ്ഞാൽ ഒടുവിലത്തെ ശത്രു മരണം നമ്മെ കീഴടക്കിയാൽ പിന്നെ നമുക്കൊന്നുമില്ല. ദൈവഭക്തനാണെങ്കിൽ അവന്റെ ദുഃഖവും ക്ലേശവും തീർന്ന് സ്വർഗത്തിൽ, പാപിയാണോ നിത്യദണ്ഡനത്തിനായി നരകത്തിലേക്ക് യാതനാ സ്ഥലത്തേക്ക് പോകൂ. ഇന്നലെ രാവിലെ ഞാൻ ആരാധന അവിടെ അല്പം നേരത്തെ ആരംഭിച്ച് ഇവിടേക്ക് വരുവാനായിട്ട് സഭായോഗം ഏതാണ്ട് 11:15 കഴിയുന്ന സമയത്ത് നിർത്തുവാൻ തുടങ്ങി. ഏറ്റവും അവസാനത്തിൽ ഞാൻ ഒരു വചനം ജനത്തെ ഓർപ്പിച്ചു. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാവാർക്ക്, ഉഷസ്സെങ്കിലോ ആനന്ദഘോഷം ഉണ്ടാകുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആ സന്ധ്യ എന്താണെന്ന്, ഉഷസ് എന്താണെന്ന് പറഞ്ഞു. ഉഷസ് യേശുവിന്റെ വരവെന്ന പൊൻപുലരിയാകുന്നു. ആ പ്രഭാതത്തിങ്കൽ മനുഷ്യന്റെ ദുഃഖങ്ങൾ തീരും, അവന്റെ വേദനകൾ മാറും. യേശുവിനോടുകൂടെ ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുമ്പോൾ എല്ലാ ഭാരങ്ങളും മാറുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ സഭയിൽപ്പെട്ട ഒരു വിശ്വാസി സഹോദരി പെട്ടെന്ന് മരിച്ചുപോയി. ദൈവത്തിന് സ്തോത്രം. ഈ വചനങ്ങൾ, ഈ വാക്കുകൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒന്നുകിൽ മരണം അല്ലെങ്കിൽ യേശുവിന്റെ വരവിൽ ഈ ലോകത്തിലെ കഷ്ടതകൾ തീർന്ന് ദൈവരാജ്യത്തിലെത്തും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു സഹോദരി പ്രത്യാശയോടെ ലോകത്തെ വിട്ട് യാത്ര പറഞ്ഞു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് അതിന്റെ അടക്കാരാധനയും പോയി അതിലും പോയി സംബന്ധിപ്പാനിടയായി തീർന്നു. മരണം ഒടുവിലത്തെ ശത്രുവാ. നീതിമാന്മാരാണോ ആ ശത്രു വന്നു കഴിയുമ്പോൾ അവർ ദൈവസന്നിധിയിൽ പർദീസായിലേക്ക് പോകും. ഒരു പാപിയാണോ യാതനാ സ്ഥലത്തേക്ക് എത്തും. എന്നാലും ബൈബിൾ പറയുന്നു ഒടുവിലത്തെ ശത്രുവായി മരണം നീങ്ങും. എന്നാൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞത് വൈരിയുടെ നേരെ എനിക്ക് സഹായം ചെയ്യണം. വൈരിയാകുന്ന സാത്താന് നേരെ യേശുവിന്റെ നാമവും സുവിശേഷമെന്ന സത്യവും കാൽവറിയുടെ വചനങ്ങളും പ്രാർത്ഥന എന്ന ആയുധവുമായി ഒരു ദൈവവൈതൽ മുൻപോട്ട് പോകുമ്പോൾ ദൈവകൽപ്പന
കൽപ്പനകളും ദൈവകൽപ്പനകളുടെ വഴികളിലും യാത്ര ചെയ്യുമ്പോൾ ശത്രുവിന്റെ മുൻപിൽ തോറ്റുപോകുന്നു. എന്നാൽ മരണം ഒടുവിലത്തെ ശത്രുവായി വരുമ്പോൾ അതിന്റെ മുൻപിൽ എപ്രകാരമാണ് ഒരു മനുഷ്യൻ ജയിക്കുന്നത്? മരണം മനുഷ്യരെ തോൽപ്പിക്കുകയില്ല. ഒരു ഭക്തനെ തോൽപ്പിക്കുവാൻ മരണത്തിന് സാധ്യമല്ല. കാരണം യേശുവിന്റെ മാർഗം, ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് അതൊരു ഉയർപ്പിന്റെ മാർഗമാകുന്നു. ഉയർത്തു വരുമെന്നുള്ള പ്രത്യാശ ദൈവമക്കൾക്കുള്ളത് കൊണ്ട് മരണത്തിന് മനുഷ്യരെ തോൽപ്പിക്കുവാൻ സാധ്യമല്ല. ഇതെപ്പോഴാണ് സംഭവിക്കുന്നത്? ഉയർപ്പിന്റെ പ്രത്യാശ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് യേശുവിന്റെ പുനരാഗമനത്തിങ്കിലാണ്. 1 തെസ്സലോനിക്കർ 4:16 വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, കർത്താവ് താൻ ഗംഭീര നാദത്തോട് പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. വായിച്ചട്ട് 16 വാക്യം. കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കും. അപ്പോഴാണ് ഉയർക്കുന്നത്. മരിച്ചുപോയ ഭക്തന്മാരൊക്കെ ഉയർക്കും. ഒരിക്കൽ ദാനിയേലിനോട് ദൈവത്തിന്റെ ദൂതൻ വിളിച്ചു പറഞ്ഞു, ദാനിയേലേ, പോയി വിശ്രമിച്ചു കൊള്ളുക, കാലാവസാനത്തിങ്കിൽ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരും. മരിച്ചു മൺമറഞ്ഞു പോയ സകല ഭക്തന്മാരും സകല മനുഷ്യരും ഈ ലോകത്തിൽ നിന്ന് മാറിപ്പോയ 500 കോടി ജനങ്ങളും ഇന്ന് ലോകത്തിൽ പാർക്കുന്ന ആ ജനങ്ങളുമൊക്കെ ഒരു ദിവസം മരിക്കും. മരിച്ചാൽ ഒരു ഉയർപ്പുണ്ട്. നീതിമാന്മാർ അതേ സന്തോഷത്തിലേക്ക് ഉയർക്കും. പാപികളും പിന്മാറ്റക്കാരും നിത്യനിന്ദയിലേക്കും ലജ്ജയിലേക്കും ഉയർത്തു വരുവാനിടയായി തീരും. ഏതായാലും ബൈബിൾ പറയുന്നു ഉയർപ്പിന്റെ ഒരു പ്രത്യാശയുണ്ട്. എപ്പോഴാണിത് സംഭവിക്കുന്നത്? ഒടുവിലത്തെ ശത്രുവായി മരണം വരുമ്പോൾ ഒരു ദൈവപൈതൽ എന്ന് പറഞ്ഞാൽ യേശുവിന്റെ പരിശുദ്ധ നിണത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ അവൻ മടങ്ങി വരുമ്പോൾ മരിച്ചുപോയ ഭക്തന്മാർ ഉയർത്തു വരുന്ന ആ പ്രഭാതത്തിങ്കില് വിശുദ്ധന്മാർ ഉയർത്തു വരുവാനിടയാകും. അപ്പോൾ ആ ശത്രുവും തോറ്റുപോകും, മരണത്തെ പരാജയപ്പെടുത്തുവാനിടയാകും. ഇത് മനസ്സിലാക്കിയ പൗലോസ് അപ്പോസ്തലൻ തന്റെ ജീവിത സായാഹ്നത്തിൽ വിളിച്ചു പറഞ്ഞു, ഹേ മരണമേ, നിന്റെ ജയമെവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം നമ്മുടെ കർത്താവായ യേശു മുഖാന്തരം ജയം തരുന്ന നമ്മുടെ ദൈവത്തിന് സ്തോത്രം. യേശു മുഖാന്തരം ജയമുണ്ട്. പാപത്തിന്റെ മേൽ ജയമുണ്ട്, രോഗത്തിന്റെ മേൽ ജയമുണ്ട്, ശത്രുവായ സാത്താന്റെ മേൽ നമുക്ക് ജയമുണ്ട് എന്ന് ബൈബിൾ നമ്മെ വ്യക്തമായി ഓർപ്പിക്കുകയാ. സഹായം ചെയ്യുവാൻ യേശുവിന് മാത്രമേ കഴിയൂ. അതാണ് ദാവീദ് പറഞ്ഞത്, വൈരിയുടെ നേരെ എനിക്ക് സഹായം ചെയ്യണം. ആരാണ് സഹായിക്കുന്നത്? യേശു എന്ന ദൈവപുത്രന് മാത്രമേ ആ സാഹചര്യത്തിൽ നമ്മെ സഹായിപ്പാൻ കഴിയുകയുള്ളൂ. എന്താണത് പറയുവാനുള്ള കാരണം? എബ്രായ ലേഖനം 2:18 നാം വായിച്ചു നോക്കിയാൽ, താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കൊണ്ട് അനേകരെ രക്ഷിപ്പാനും സഹായിപ്പാനും അവൻ ശക്തിയുള്ളവനാണ്. വായിച്ചട്ട് 18 വാക്യം. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ അവൻ കഴിവുള്ളവനാണ്. നമ്മുടെ യേശു കഴിവുള്ളവനാണ്, സഹായിപ്പാൻ കഴിവുള്ളവൻ. കഴിവില്ലാത്ത ദൈവത്തിന്റെ അടുക്കലല്ല നാം വന്നത്. നാം വിളിച്ചാൽ കേൾക്കാൻ കഴിവില്ലാത്ത ദൈവത്തിന്റെ അടുക്കലല്ല നാം വന്നിരിക്കുന്നത്. വിളിച്ചപേക്ഷിക്കുമ്പോൾ കേട്ട് ഉത്തരം തരുവാൻ കഴിവുള്ള ദൈവത്തിന്റെ അടുക്കൽ നാം വന്നെത്തിയിരിക്കുകയാണ്. ആകയാൽ ഇന്ന് രാത്രി ഏറ്റുപറ, എന്റെ യേശുവിന് കഴിവുണ്ട് എന്നെ സഹായിപ്പാൻ. കാരണം എന്തെന്നറിയാമോ? അവൻ കാൽവറിയിൽ പരീക്ഷിതനായി, അവൻ ഗത്സമനയിൽ പരീക്ഷിതനായി, പീലാത്തോസിന്റെ ഗബദ എന്ന കൽത്തളത്തില് അവൻ പരീക്ഷിതനായി, 3.5 വർഷക്കാലത്തെ ശുശ്രൂഷയുടെ മധ്യേ യേശുദേവൻ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചത് കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ അവൻ കഴിവുള്ളവൻ. ഇന്ന് രാത്രി ദൈവമക്കൾ വിശ്വസിച്ചാട്ട് എന്റെ യേശുവിന് എന്നെ സഹായിപ്പാൻ കഴിയും, എന്റെ ദൈവത്തിന് എന്നെ സഹായിപ്പാൻ കഴിയും. അടുത്തത് നമ്മുടെ ദൈവം എന്തുകൊണ്ട് നമ്മെ സഹായിക്കുന്നു? 44 സങ്കീർത്തനം അതിന്റെ 4-5 വാക്യങ്ങൾ വായിച്ചാൽ എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യനെ സഹായിക്കുന്നത്? പെട്ടെന്ന് ആ വാക്യങ്ങൾ കൂടെ ഒന്ന് വായിച്ചാട്ടെ. ദൈവമേ, നീ എന്റെ രാജാവാകുന്നു. ദൈവമേ, നീ എന്റെ രാജാവാകും. യാക്കോബിന് രക്ഷ കൽപ്പിക്കണമേ. അടുത്തത്, നിന്നാൽ ഞങ്ങൾ വൈരികളെ തള്ളിയിടും. ഞങ്ങളോട് എതിർക്കുന്നവരെ നിന്റെ നാമത്തിൽ ചവിട്ടിക്കളയും. വേദപുസ്തകം ഉണ്ടെങ്കിൽ ആ വചനം എടുത്തത് നോക്കിയാട്ട് സങ്കീർത്തനക്കാരൻ പറയുക, ദൈവമേ, നീ എന്റെ രാജാവാകും, നീ എന്റെ രാജാവാകും. നിന്നാൽ ഞങ്ങൾ വൈരികളെ മെതിച്ചു കളയും, ചവിട്ടിക്കളയും. ഇന്ന് രാത്രി വേളയില് എന്തുകൊണ്ട് ദൈവം നമ്മെ സഹായിക്കുന്നു? അവൻ നമ്മുടെ രാജാവാണ്. യേശു സിയോനിലെ രാജാവായി
നമ്മുടെ മധ്യേ ഉണ്ട്. ഇന്ന് രാത്രി നമുക്കത് ഏറ്റുപറയാം, ഹൃദയത്തിൽ വിശ്വസിക്കാം. യേശു എന്തുകൊണ്ട് നമ്മെ സഹായിക്കുന്നു? അവൻ കഷ്ടമേറ്റ് പരീക്ഷിതനാകയാൽ അവൻ പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ കഴിവുള്ളവനാണ്. അടുത്തത്, ദൈവം നമ്മുടെ രാജാവാണ്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ എല്ലാവരും ഏറ്റുപറയണോ, നമുക്കൊരു രാജാവുണ്ട്. കണ്ണുകളെ മൂടിയാട്ട് അല്പസമയം മുഴങ്കാലുകളെ മടക്കാം. ഈ മീറ്റിംഗിന്റെ സമാപന രാത്രിയോഗമാണ്. ഇന്ന് രാത്രിയില് നാം ദൈവസന്നിധിയിൽ വന്നിട്ട് വൃഥാവായി ആരും പോകരുത്, വന്നതുപോലെ ആരും മടങ്ങരുത്. ഞാനിത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ശത്രു നമുക്ക് വിരോധമായി, നമുക്ക് എല്ലാവർക്കും എതിരായി പോരാടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ജയം നമുക്കായിരിക്കണം. യേശുവിന്റെ നാമത്തെ ഏറ്റുപറയുന്ന ദൈവമക്കളെ, നമുക്ക് ജയമുണ്ടാകണം. വിശ്വസിക്കുന്നവർ മുഴങ്കാലുകൾ മടക്കി കണ്ണുകളെ മൂടി പ്രാർത്ഥിച്ചാട്ട് അല്പസമയം ദൈവാത്മാവിന്റെ പരിവർത്തനത്തിന് നമുക്ക് നമ്മെ സമർപ്പിച്ചു കൊടുക്കാം. ആത്മാവിന്റെ ശക്തി നമ്മുടെ മധ്യേ വ്യാപരിക്കണം. കഴിഞ്ഞ രാത്രി നമ്മുടെ മധ്യേ വ്യാപരിച്ചതുപോലെയുള്ള ദൈവശക്തി നമ്മുടെ മധ്യേ വ്യാപരിക്കട്ടെ. ഇന്ന് രാത്രി ശത്രു പോരാടുന്നുണ്ടോ? അധൈര്യപ്പെടേണ്ട. ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ കാണുന്നു അധൈര്യപ്പെട്ട ജീവിതങ്ങൾ ചിലരിവിടെ ഉണ്ട്. ഇന്ന് രാത്രി യേശു നിന്നെ വിളിക്കുന്നു. നീ അധൈര്യപ്പെടേണ്ട, നീ ധൈര്യമായിരുന്നാട്ടെ. കാരണം രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, യേശു നിന്നെ സഹായിപ്പാൻ അവൻ പരീക്ഷിക്കപ്പെട്ട് ശക്തനായി. അടുത്തത്, ദൈവം നമ്മുടെ രാജാവാണ്. നമുക്ക് ധൈര്യമായി ഏറ്റുപറയാം, ദൈവം എന്റെ രാജാവാണ്, യേശു സിയോനിലെ രാജാവാണ്. ഇന്ന് രാത്രി എല്ലാ ഹൃദയങ്ങളും അത് ഏറ്റുപറഞ്ഞാട്ട് ആരും ദയവായി മൗനമായിരിക്കല്ലേ. അല്പസമയം ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ട് യേശു സിയോനിലെ രാജാവ് ഏറ്റുപറഞ്ഞാട്ടെ. അവൻ നമ്മുടെ രാജാവ് ഏറ്റുപറഞ്ഞാട്ടെ. നിങ്ങളത് പറയുന്ന മാത്രമേ ദൈവം നിങ്ങൾക്കൊരു അഭിഷേകം തരും. ശത്രു നിങ്ങളുടെ പാദവീതമായിക്കൊള്ളും. ഹല്ലേലൂയ. ദയവായി ആരും മൗനമായിരിക്കരുത്. എല്ലാവരും ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് എല്ലാ ദൈവമക്കളൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ശത്രു ഇന്ന് രാത്രി ലജ്ജിക്കണം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. യവനക്കാര് പ്രാർത്ഥിച്ചാട്ടെ, മാതാപിതാക്കൾ പ്രാർത്ഥിച്ചാട്ടെ, കസാരയിൽ ഇരിക്കുന്നവർ, പിൻപിൽ വശങ്ങൾ നിൽക്കുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പോൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീ. രാത്രി ആത്മാവിന്റെ പ്രവൃത്തി നമ്മുടെ മധ്യേ ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവ് നമ്മെ തൊടട്ടെ. ആത്മാവ് തൊടുമ്പോൾ നമുക്ക് സൗഖ്യമുണ്ട്. പരിശുദ്ധാത്മാവിനാൽ നമുക്കൊരു പൂർണ്ണ വിടുതലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവശക്തി വ്യാപരിക്കുമ്പോൾ, രോഗികളുടെ മേലൊരു ദൈവശക്തി വ്യാപരിക്കുമ്പോൾ അവിടെ ബലഹീനമുള്ളവരെ വിട്ടുപോകും. ദൈവമക്കൾ അതിനെ കൊണ്ട് തുറന്നു പറ, യേശുവേ നീ എന്റെ രാജാവ്, ദൈവം എന്റെ രാജാവ് നേറ്റു പറഞ്ഞാട്ടെ. സിയോന്റെ മക്കൾ രാജാവിൽ ആനന്ദിക്കട്ടെ. ശബബല ഖതുരായിബി ശബാനിയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. യേശു രാജാവ് നേറ്റു പറഞ്ഞാട്ടെ. പലരും മൗനമായിരിക്കുകയാണ്. പല നാവുകളും മൗനമായിരിക്കും. യേശു രാജാവെന്ന് പറയുവാൻ നീ ലജ്ജിക്കുന്നുവോ? ശത്രു നിന്നെ വേട്ടയാടുന്നതിന് മുൻപ് നീ നാവ് കൊണ്ട് വിളിച്ചു പറ, യേശു എന്റെ രാജാവ്. ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗഖ്യമാക്കും, വിടുതൽ തരുന്നവൻ, നന്മകൾ തരുന്നവൻ, വൈരിയെ മെതിച്ചു കളയുന്നവൻ. ദൈവത്താൽ നാം വീര്യം പ്രവർത്തിക്കും. ആത്മാവിന്റെ സന്തോഷത്താൽ, ആത്മാവിന്റെ ബലത്താൽ ശത്രുവിനെ ജയിക്കാം, പാപത്തെ ജയിക്കാം, ലോകത്തെ ജയിക്കാം, തിന്മയുടെ ശക്തികളെ ജയിക്കാം. അഭിഷേകത്താൽ നമുക്ക് ജയമെടുക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശത്രുഗണം ഒന്നാകവേ ചെങ്കടലിൽ മുങ്ങിപ്പോയി. ശത്രുഗണം ഒന്നാകവേ എല്ലാവരും പറഞ്ഞ് പാടിയാട്ടെ. ഭരിക്കയിൽ വൈരിയുടെ